ഞങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഒഴുക്കിൽ പാടിയങ്ങളായിരിക്കാൻ എപ്പോഴും ആയിരിക്കാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അടിയങ്ങൾ ക്രിയ ചെയ്യട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് സൃഷ്ടിക്കുന്ന കർത്താവിന്റെ ദാസൻ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം കൊടുത്തിരിക്കുന്ന വചനങ്ങൾ അടിയങ്ങൾക്ക് പകർന്നു തരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗ്ലോറിഫൈ കാൾ ക്രോധത്തിങ്കൽ കർണ കാട്ടണമേ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി വാദെങ്കിലോ 2 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സഭ കേൾക്കുവാൻ സഹായിച്ചുവല്ലോ. ഇന്ന് കർത്താവ് ഞങ്ങൾ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിറ്റി ഫെലോഷിപ്പ് ചർച്ചിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എക്സ്പാൻഷൻ നടക്കട്ടെ. കർത്താവിന്റെ ഓരോ വാക്കും അതിന്റെ പൂർണ്ണതയിലേക്ക് വരട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിച്ചു. ജോൺസ് പാസ്റ്ററുടെ കുടുംബത്തെ താഴ്സമർപ്പിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അടിയങ്ങൾ താഴ്സമർപ്പിക്കുന്നു. നൈജീരിയ എന്നുള്ള ഫെലോഷിപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവാത്ഭുതങ്ങളെ ചെയ്യണം. പാടുവാൻ ആരാധിപ്പാൻ സിറ്റി ഫെലോഷിപ്പിന്റെ ടീമിനെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മാനിക്കുന്നതിനാൽ സ്തോത്രം. പ്ലാറ്റ്ഫോമിനെ കാത്തുകൊള്ളണം. യാതൊരു ടെക്നിക്കൽ പ്രയാസം കൂടാതെ മുന്നോട്ട് പോകുവാൻ സുഖം സഹായിച്ചാട്ടെ. എന്താ ചെയ്യുന്നില്ല അല്ലെങ്കിൽ വാഴ്ത്തുന്ന ഇസ്ലാമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സർവമാനത്തിനും സകല പുകഴ്ച യോഗ്യനായവനെ ഹൃദയം തുറന്ന് സന്തോഷത്തോടെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. സകല ഭൂവാസനോടെ യഹോവയ്ക്ക് അർപ്പിടുവീൻ. ആ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കാം. പ്രിയ ക്ഷണിക്കും. Praise the Lord. Hallelujah. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വിശുദ്ധ ദിവസം രാത്രിയിൽ വീണ്ടും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് കൃപ തന്നതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനയുടെ അവസാന ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പടി കൂടെ മുന്നോട്ട് കടന്നുപോയി അവിടത്തോളം ചെന്ന് യാഗമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ പാടി ആരാധിപ്പാനായി നാം കടന്നു വന്നിരിക്കുമ്പോൾ, കർത്താവേ, നിന്റെ തിരുനാമത്തെ, നിന്റെ തിരുപാദപീഠത്തെ ഞങ്ങൾ നമിക്കുന്നു. എപ്പോഴും പാടി സ്തുതിക്കുന്നത് അത് കർത്താവിന് എത്ര ആനന്ദമുള്ളതാണ്. ദൈവം ചെയ്ത ഓരോ നന്മകളും ഓർത്താൽ ഉള്ളം നിറയുന്നു. അതിലുപരിയായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിത്തന്ന വലിയ രക്ഷ, അത് മാത്രമായിരിക്കണം നമുക്ക് ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത്, ഏറ്റവും മുൻഗണന. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങളും ഓർക്കുന്നതോടൊരുമിച്ച് അതിനേക്കാൾ ഉപരിയായി കർത്താവ് നമുക്ക് നൽകിയ പാപക്ഷമയ്ക്കായി, രക്ഷയ്ക്കായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവേ, നിൻ തിരു പാദം നമിച്ചേ, നീ മതി, നീ മതി. യേശുവേ, നിൻ തിരു പാദം നമിച്ചേ, നീ മതി, നീ മതി. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ച ആനന്ദം, ആനന്ദമേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ച ആനന്ദം, ആനന്ദമേ. നല്ലവനേ, വല്ലഭനേ, ആരാധ്യനേ, ആരാധ്യനേ. നല്ലവനേ, വല്ലഭനേ,
ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയുന്നതാൽ പരിശുദ്ധ രക്തം എന്മേൽക്കായി ചിന്തി. നന്ദി, നന്ദി നാഥ. Praise God. നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയുന്നതാ. യെസ്, നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയുന്നതാ. പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി. നന്ദി, നന്ദി നാഥ. പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി. നന്ദി, നന്ദി നാഥ. പരിശുദ്ധനേ യേശുനാഥ, ആരാധനേ, ആരാധനേ. പരിശുദ്ധനേ യേശുനാഥ, ആരാധനേ, ആരാധനേ. ഒന്നുകൂടെ നമുക്കൊന്ന് ചേർന്ന് പാടാം. നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയുന്നതാ. ചേർന്ന് പാടാമോ? നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയുന്നതാ. പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി. നന്ദി, നന്ദി നാഥ. പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി. നന്ദി, നന്ദി നാഥ. പരിശുദ്ധനേ യേശുനാഥ, ആരാധനേ, ആരാധനേ. പരിശുദ്ധനേ യേശുനാഥ, ആരാധനേ, ആരാധനേ. യേശുവേ നിൻ തിരുപാദം നമിച്ചേ. നീ മതി, നീ മതിയേ. യെസ്, യേശുവേ നിൻ തിരുപാദം നമിച്ചേ. നീ മതി, നീ മതിയേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ച ആനന്ദം, ആനന്ദമേ. ഹല്ലേലൂയ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ച ആനന്ദം, ആനന്ദമേ. വല്ലവനേ, വല്ലവനേ. ആമേൻ. ആരാധനേ, ആരാധനേ. വല്ലഭനേ, നല്ലവനേ, വല്ലഭനേ, വല്ലഭനേ. ആമേൻ. ആരാധനേ, ആരാധനേ. കരങ്ങൾ ഉയർത്തുന്നു പാടാം. വല്ലഭനേ
ആരാധനേ. ഹല്ലേലൂയ. ആരാധനേ. Yes, Master. ആരാധനേ. പാട്ടിലൂടെ മാത്രമല്ല, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ കർത്താവിനെ നാം ഉയർത്തുക. പ്രൈസ് ഗോഡ്. ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായി നന്മകളൊന്നും നാം പ്രാപിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന, അതായത് മഹാസന്തോഷം. പോക്കറ്റും ബാങ്ക് അക്കൗണ്ടൊക്കെ കാലിയായാലും നമ്മുടെ ഹൃദയത്തിനകത്ത് എൻ്റെ ദൈവം ബലഹീനനല്ല, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ആ ധൈര്യമുള്ളപ്പോൾ നാം നിരാശപ്പെട്ടു പോകത്തില്ല. 100 ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പിശാചു കൊണ്ടിടും. ഇന്ന് പകലിൽ നാം കേട്ടതുപോലെ അവൻ പ്രതിയോഗിയാണ്. പ്രതിയോഗി നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുവാൻ 100 ചോദ്യങ്ങൾ കൊണ്ടിടും. എന്നാൽ എന്തെല്ലാം പ്രതിസന്ധികൾ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ കടന്നു വന്നാലും ഒന്ന് ഞാൻ അറിയുന്നു, എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് കാഹളനാദം കേൾക്കുവാനായി നാം തയ്യാറായിട്ടുണ്ടോ? കർത്താവിൻ്റെ വരവിനായി നമ്മെ ഒരുക്കുന്ന ആ മനോഹരമായ അപ്രത്യാശയുടെ ഗാനം പാടി ഒരുമിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. കുഞ്ഞാടിന്റെ കല്യാണം ഏറ്റവും അടുത്തിരിക്കുന്നു. സഭയാ കാന്തയെ ചേർക്കുവാൻ കർത്താവ് വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് എന്നുള്ള പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. കാലം തീരാറാ ക്രൂശിൻ സാക്ഷികളെ, കാഹളനാദം കേൾക്കാറാ കുഞ്ഞാട്ടിൻ കാന്തേ. വ്യാകുലകാലം തീരാറാ ക്രൂശിൻ സാക്ഷികളെ, ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാമേഘത്തിൽ, ആയാറിൽ നീ കണ്ടിടും ദൂതസേനകളെ. അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാമേഘത്തിൽ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അതു ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താൽ അതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ബാധായാണിവിടെ, കുതൂഹലമോട് ഒരു നാളിൽ പാടിയിടും വേഗം. വ്യാകുലയായവളെ പ്രാവേ ബാധായാണിവിടെ, കുതൂഹലമോട് ഒരു നാളിൽ പാടിയിടും വേഗം. തിരുസഭയെ കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. താമസമില്ല തിരുസഭയെ കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ. അരികളെതിർത്തതിനതിലേറ്റവും ക്ഷീണിച്ചോ പ്രാവേ, ഇരുതു ലഭിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ. അരികളെതിർത്തതിനതിലേറ്റവും ക്ഷീണിച്ചു പ്രാവേ,
വിരുതുവലവിച്ചവരന്നാളിൽ ചൂടും പൊന്മുടിയെ പലവിധ മൂടർ കടിമകളാൻ പാർക്കുന്നേ പ്രാവേ വരുമേ നിന്നുടെ പ്രിയകാന്തൻ ഖേദം തീർപ്പാന പലവിധ മൂടർ കടിമകളാൻ പാർക്കുന്ന പ്രാവേ വരുമേ നിന്നുടെ പ്രിയകാന്തൻ ഖേദം തീർപ്പാന ക്രൂരജനത്തിൻ നടുവിൽ നീ പാർക്കുന്നോ പ്രാവേ ഭൂതഗണങ്ങൾ ഒരു നാളിൽ പൂജിക്കും നിന്നെ ക്രൂരജനത്തിൻ നടുവിൽ നീ പാർക്കുന്നോ പ്രാവേ ഭൂതഗണങ്ങൾ ഒരു നാളിൽ പൂജിക്കും നിന്നെ. ഋഷികൾ അസംഖ്യം കേട്ടാലും ദുഃഖിച്ചിടരുതേ പ്രതിഫലമെല്ലാം പ്രിയകാന്തൻ നൽകിയിടും വേഗം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ ഈ സ്റ്റാൻസ് നിങ്ങൾക്കറിയാമെങ്കിൽ എന്നോട് ചേർന്ന് പാടിയാലും. ഋഷികൾ അസംഖ്യം കേട്ടാലും ദുഃഖിച്ചിടരുതേ പ്രതിഫലമെല്ലാം പ്രിയകാന്തൻ നൽകിയിടും വേഗം. ഋഷികൾ അസംഖ്യം കേട്ടാലും ദുഃഖിച്ചിടരുതേ പ്രതിഫലമെല്ലാം പ്രിയകാന്തൻ നൽകിയിടും വേഗം. ഏഴകൾ പോലും നിൻ പേരിൽ ദൂഷ്യം ചൊല്ലിടും ഭൂപതിമാര് അന്നാളിൽ ഭാഗ്യം മോഹിക്കും. ഏഴകൾ പോലും നിൻ പേരിൽ ദൂഷ്യം ചൊല്ലിടും ഭൂപതിമാരന്നാളിൽ നീ ഭാഗ്യം മോഹിക്കും. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ പ്രതിഫലമേറ്റം പെരുകിടും പാഖവാസികളെ ചേർന്ന് കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ പ്രതിഫലമേറ്റം പെരുകിടും പാഖവാസികളെ പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിലുണ്ടല്ലോ പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിലുണ്ടല്ലോ. ചേർന്ന് പാടാം. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിലുണ്ടല്ലോ. കാഹളനാദം കേൾക്കാറാ കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാറാ ക്രൂശി സാക്ഷികളെ ചേർന്ന് പാടിയാൽ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാറാ ക്രൂശി സാക്ഷികളെ. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂമിൽ അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂമിൽ അതിലൊരു നാളും തളരാതെ പാർത്താലതി ഭാഗ്യം. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിലുണ്ടല്ലോ പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിലുണ്ടല്ലോ. കാഹളനാദം കേൾക്കാറാ കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശി സാക്ഷികളെ. കാഹളനാദം ആമേൻ ചേർന്ന് പാടിയാലും. വ്യാകുലകാലം തീരാറായി ക്രൂശി സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ വ്യാകുലകാലം തീരാറായി ക്രൂശി സാക്ഷികളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ആമേൻ ഓ ഹല്ലേലൂയ ഗ്ലോറി ലോർഡ് താങ്ക് യു ആമേൻ ഓ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് താങ്ക് യു മാസ്റ്റർ ഹല്ലേലൂയ ജീസസ്
ഏറ്റവും അടുത്തിരിക്കാൻ നിന്റെ മകളായിരിക്കുന്ന നിന്റെ കാന്തിയായിരിക്കുന്ന സഭയിലെ ഹല്ലേലൂയ ഞാനും എന്റെ പ്രിയന് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവേ, പിന്മാറിപ്പോകുവാൻ സമ്മതിക്കല്ലേ. വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി പോകുവാൻ അനുവദിക്കല്ലേ. പ്രാണൻ പോവോളം ജീവൻ തന്നവനായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതയാത്ര ധൈര്യത്തോടെ കഴിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ആമേൻ. ആമേൻ ആമേൻ ഹല്ലേലൂയ. താങ്ക് യു. ദൈവദാനം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാ സമയത്തിലേക്ക് ദൈവപ്പാൻ ഇടയാത്തുന്നല്ലോ. പരിശുദ്ധാത്മാവ് ശക്തമായി ഈ പകൽ രാത്രിയിലും നമ്മുടെ മധ്യയെ ഉലാവുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും വേഗമുള്ള കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 18-ാം തീയതി മുതൽ തുടങ്ങിയ ഈ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമായി നടത്തുവാൻ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവഭക്തന്മാരിൽ കൂടെ ദൈവിക സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വളരെ അനുഗ്രഹത്തിനും അത് ദൈവിക വിടുതലും കാരണമായി തീർന്നു. ഓരോ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് അനുഭവിച്ചറിയടേ തീർന്നല്ലോ. പകലൊക്കെ നടന്ന മീറ്റിങ്ങുകളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അറിയുവാനും വിവിധ വിഷയങ്ങൾക്കായി മധ്യസ്ഥണയ്ക്കാനും ഒക്കെ അവസ്ഥ ദൈവം തുറന്നു. ഇന്ന് പ്രഭാതവും വിശുദ്ധ ആരാധന വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാ സമയങ്ങളും മണിക്കൂർ നമുക്കുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഈ രാത്രിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്തു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാവശ്യത്തെ മീറ്റിംഗിൽ 10 ദിവസം നടന്ന മീറ്റിംഗിൽ പ്രത്യേകത എന്റെ സഹപാഠികളും എന്റെ ഹല്ലേലൂയ ക്ലോസ് പ്രിയ ദേവദാസന്മാരായിരുന്നു. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തെ ശുശ്രൂഷിക്കാൻ നാം ക്ഷണിക്കുന്ന കർത്തൃപുത്രനായ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ തോമസ് മാത്യു സാർ അവர்கள் ഞങ്ങളുടെ ഹല്ലേലൂയ സീനിയറായി പഠിക്കുക, അപ്പോൾ തന്നെ ശേഷം ഞങ്ങളെ പഠിപ്പിക്കുവാനൊക്കെ അവസരം ലഭിച്ച ഞങ്ങളുടെ അധ്യാപകൻ, ഞാൻ വളരെ ക്രിസ്തു സ്നേഹിക്കുന്ന, വളരെ ബഹുമാനിക്കുന്ന, വളരെ ആദരിക്കുന്ന ഭൃത്യൻ കർത്താവിന്റെ ഹല്ലേലൂയ കരങ്ങളിൽ ദൈവത്താത്മാവിൽ എടുത്ത് ഉപയോഗിക്കപ്പെടുന്ന വിലപ്പെട്ട ദൈവഭൃത്യൻ കർത്താദാസൻ പ്രിയ തോമസ് മാത്യു സാർ അവർ നമ്മുടെ മധ്യ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ വായിരിക്കുന്ന അനുഗ്രഹത്തിനുമാറാകട്ടെ. സ്തോത്രം. ഒരു ഗുരു ശിഷ്യ ബന്ധത്തെക്കാൾ ഉപരിയായി ഒരു ആത്മബന്ധം ഞങ്ങൾ എപ്പോഴും ഉണ്ട്. എപ്പോഴും ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധമാണ് ഉള്ളത്. ഹല്ലേലൂയ. ഞാൻ എപ്പോൾ വിളിച്ചാലും സ്തോത്രം നമ്മുടെ കൂടെ വിലപ്പെട്ട ഭൃത്യൻ നമ്മുടെ എപ്പോഴും കൂടെ വരും. ഞാൻ മറ്റുള്ള എന്റെ അധ്യാപകർ വ്യത്യസ്തമായ ഒരു വാക്ക് പറയുമ്പോൾ തന്റെ ഒരു മകൻ പ്രത്യാശ് എന്ന് ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങളിൽ പ്രയോജനപ്പെടുന്നു എന്നതിൽ സന്തോഷമുണ്ട്. പലപ്പോഴും നമ്മുടെ മീറ്റിംഗ് തന്നെ ശുശ്രൂഷ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ എപ്പോഴും ഉയർത്തി പറയാറുണ്ട്. കാരണം സ്തോത്രം അത്രത്തോളം ദൈവത്താൽ മാനിപ്പെടുവാർ ഇടയാത്തുന്നല്ലോ. സ്തോത്രം. തന്റെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വളരെ സ്നേഹത്തോടെ ആദരവോടെ കർത്താദാസൻ പ്രിയ തോമസ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഈ മീറ്റിംഗ് സ്വാഗതം ചെയ്യുന്നു. തൊഴിൽ നിമിഷങ്ങൾ ദൈവ ശുശ്രൂഷയ്ക്കായി സമയം വേർതിരിക്കുന്നു. പ്രാർത്ഥന രാത്രികളും കായിരിക്കാം. പ്രൈസ് പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസൻ ജോൺസൺ പാസ്റ്റർ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ദീർഘ വർഷങ്ങളായി ഞാൻ വാസ്തവത്തില് വടക്കാലായിൽ പഠിക്കുവാനായി ജോയിൻ ചെയ്യുന്ന 1989 ഏതാണ്ട് അതേ സമയത്താണ് ജോൺസൺ പാസ്റ്റർ ആ സ്ഥാപനത്തിൽ പഠിക്കുവാനായിട്ട് ജോയിൻ ചെയ്യുന്നതാണ് എൻ്റെ ഓർമ്മ. 92 പഠനം പൂർത്തീകരിച്ചു. ദൈവസന്നിധിയിൽ അന്നു മുതൽ ഇന്നയോളം ആത്മബന്ധം ഞങ്ങൾക്ക് സൂക്ഷിപ്പാൻ ദൈവമായ കർത്താവ് അവസരം നൽകി. കർത്താവ് നടത്തുന്ന എല്ലാ വഴികളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവദാസനെ എന്റെ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ കർത്താവിന് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓരോ ദിവസത്തെയും പോസ്റ്റർ കാണുന്നുണ്ടായിരുന്നു. എന്റെ സ്നേഹിതര്, വിദ്യാർത്ഥികള് പലരും മീറ്റിങ്ങുകളിൽ സംബന്ധിച്ചു. എനിക്ക് ആ ദിവസങ്ങളിലൊക്കെ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ദിവസം പോലും ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഇന്ന് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവദാസൻ, തന്റെ കുടുംബം, പ്രത്യേകിച്ച് ആമേൻ കുഞ്ഞുങ്ങൾ എല്ലാവരെയും, അതുപോലെ ഇന്ന് മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ലീഡ് ചെയ്ത കർത്താവദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെയും കുടുംബമായ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ ഷാജിയച്ചൻ കുടുംബം, ദൈവം അവരെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ
ദൈവമായ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് കർത്തൃസന്നിധിയിലായിരിക്കാം. കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചൊരു വാക്ക് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മോട് ഇടപെടുവാനായി എല്ലാവരും ഹൃദയങ്ങളെ കർത്തൃസന്നിധിയിൽ ഏകാഗ്രമാക്കി കർത്താവിനോടൊന്ന് ഒരു വാക്കിൽ പ്രാർത്ഥിക്കാമോ? ദൈവത്തിന് സ്തോത്രം. ഹാലലൂയ, 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 ഹാലലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ സൂമിലൂടെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ സന്നിധാനത്തിൽ കൂടി വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, ദൈവത്തിന്റെ ദാസന്മാരെയും, സഹോദരന്മാരെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം കർത്താവ് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കണം. ഈ ദിവസങ്ങളിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയുടെ അവസാന മീറ്റിംഗിലാണല്ലോ കർത്താവ് ഞങ്ങൾ ആയിരിക്കുന്നത്. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. അവിടുത്തെ ശബ്ദം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കണമേ അപ്പാ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അത്ഭുതങ്ങളെ ദൈവം ചെയ്യണമേ കർത്താവ്. ഇന്ന് രാത്രി ചിലരെ സ്പർശിക്കണമേ അപ്പാ. കർത്താവ് ചിലരെ സൗഖ്യമാക്കണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ മീറ്റിംഗിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ വീണ്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മോട് സംസാരിക്കുവാനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി ഞാൻ പകല് ഇങ്ങനെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത അവസരത്തിൽ ദൈവാത്മാവിന്റെ ഉള്ളിൽ പ്രേരണ നൽകിയ ഒരു വേദഭാഗം ഈ രാത്രി നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങള് ഈ വർഷം ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ജാഗരിക്കുകയും ചെയ്ത അവസരത്തിൽ 2022 കുറിച്ച് കർത്താവ് ഇടപെട്ട ഒരു 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 പ്രത്യേക കാര്യമുണ്ട്. 2022 ഈസ് ദ ഇയർ ഓഫ് ഓവർഫ്ലോയിങ് ഗ്ലോറി. കവിഞ്ഞൊഴുകുന്ന മഹത്വത്തിന്റെ വർഷമാണ് 2022 എന്ന് ആമേൻ കർത്താവ് സംസാരിക്കുവാനിടെ. അതിനെ സംബന്ധിച്ച് ആമേൻ ദൈവത്തിന്റെ ആലോചന വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി. കർത്താവ് സംസാരിച്ച ആ വേദഭാഗം എന്ന് പറയുന്നത് യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ്. എന്നാൽ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ആ ഭാഗത്തു നിന്നല്ല. നിങ്ങൾ ആ മെസ്സേജ് കേട്ടിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ് ഈ വർഷത്തെ സംബന്ധിച്ച് ദൈവാത്മാവ് ഇടപെട്ടത്. ആമേൻ. എന്നാൽ ഞാൻ ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നത് ആ വാക്യത്തിൽ നിന്നല്ല. കാരണം നിങ്ങൾ ആ മെസ്സേജ് യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. ഞാന് ഈ 2022 വാച്ച് നൈറ്റ് സർവീസിൽ പങ്കെടുത്തത് കർത്താരദാസൻ പാസ്റ്റർ സുരേഷ് ബാബുവിന്റെ ചർച്ചിലാണ്. അവിടെ ആ മെസ്സേജ് ഞാൻ പങ്കുവെക്കാൻ ഇടയായി. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഞങ്ങൾ ആ മാസം മുഴുവൻ ഇപ്പോഴെല്ലാം ഈ തുടർമാനമായി ഈ ഒരു വിഷയമാണ് ദൈവസന്നിധിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത തന്നെയാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം എപ്പോഴാണ് വെളിപ്പെടുന്നത്? ദൈവമഹത്വം വെളിപ്പെടാനായിട്ട് നാം എന്തെല്ലാം ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. ഞാന് വാച്ച് നൈറ്റ് സർവീസിൽ സംസാരിച്ച വിഷയം ആമേൻ ദൈവമഹത്വം വെളിപ്പെടാനുള്ള കണ്ടീഷൻസ് എന്തെല്ലാമാണ്, ദൈവമഹത്വം വെളിപ്പെടുന്നതിന്റെ റിസൾട്ട് എന്തെല്ലാമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ദൈവമഹത്വം എപ്പോഴാണ് വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനായി നാം എന്തെല്ലാം ചെയ്യണം? എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് നിർത്തേണ്ട സമയം ജോൺസൺ പാസ്റ്റർ പറഞ്ഞിട്ടില്ല. എങ്കിലും എന്റെ മനസ്സിൽ ഒരു ഏകദേശ ധാരണയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഉറക്കം തൂങ്ങുന്നത് കാണുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. തുടക്കത്തിലെ ആരും ഉറക്കം തൂങ്ങരുത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട്
യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. വളരെ പരിചിതമായ വേദഭാഗമാണ്. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. മനപ്പാഠം അറിയാവുന്ന സംഭവമാണ്. കാനാവിലെ കല്യാണത്തെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്, ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ തുടക്കത്തിൽ പങ്കുവെച്ച് മുമ്പോട്ട് പോകാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. കർത്താവ് ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താണ് എന്ന് ചോദിച്ചാൽ, കുഞ്ഞു കുട്ടികൾ സഹിതം ദൈവസന്നിധിയിൽ പറയുന്ന ഉത്തരമാണ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്ത, നാം ചിന്തിക്കുന്ന വിഷയം, എപ്പോഴാണ് ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത്? വേദപുസ്തകം ഉടനീളം നാം പരിശോധിച്ച് നോക്കിയാൽ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തിയ ഒട്ടനവധി സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതിൽ ഒരു സന്ദർഭമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ആ വാക്യത്തിന്റെ സന്ദർഭം. ഗലീലയിലെ കാനാവിൽ, സ്തോത്രം, ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവനായി അതിഥിയായി യേശു വന്നിരിക്കുകയാണ്. സ്തോത്രം. അതിഥിയായി വന്നവന് ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ: പങ്കെടുക്കുക, കടന്നു പോവുക. സ്തോത്രം. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിവാഹ ചടങ്ങിൽ കർത്താവ് സംബന്ധിക്കുമ്പോൾ, നമ്മൾ ആ വാക്യമൊക്കെ വിശകലനം ചെയ്ത് പോകേണ്ടതാണെങ്കിലും, ഒന്നാമത്തെ ഭാഗം അവിടെ പ്രാരംഭത്തിൽ പറയുന്നത് ഗലീലയിലെ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗം ആരംഭിക്കുന്നത്. യഹൂദന്റെ വിവാഹത്തിന്റെ രീതി നാം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷങ്ങളാണ് അവർക്കുള്ളത്. അപ്പൊ ആ ഭാഗത്തെ നാം മനസ്സിലാക്കേണ്ടത്, 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ ആഘോഷ വിരുന്നുകളുടെ നടുവിൽ 3-ാമത്തെ ദിവസമായപ്പോ ഈ വീട്ടിൽ ഏറ്റവും പ്രധാനമായ വിഭവം വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞ് തീർന്നെന്നുള്ളത് കണ്ടെത്തിയത് കലവറയിൽ നിൽക്കുന്ന വിരുന്നുവാഴിയല്ല. വീഞ്ഞ് തീർന്നു എന്ന് കണ്ടെത്തിയത് യേശുവിനോടൊപ്പം ആ വിവാഹ വീട്ടിൽ വിവാഹം സംബന്ധിക്കുവാനായി വന്ന യേശുവിന്റെ അമ്മ മറിയ. സ്തോത്രം. അപ്പോ യേശുവിന്റെ അമ്മ യേശുവിനോട് പറയുന്നു, അവർക്ക് വീഞ്ഞില്ല. ഞാൻ അത് വിശദീകരിക്കുവാനല്ല ഇന്ന് രാത്രിയിൽ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. അപ്പോ വീഞ്ഞ് ഇല്ലാത്തൊരു സാഹചര്യം നോക്കണേ. വലിയ സന്തോഷത്തിന്റെ, വലിയ ആരവത്തിന്റെ, വലിയ ആനന്ദത്തിന്റെ ഒരു സാഹചര്യമാണ് ആ കുടുംബത്തിൽ ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ഏതാണ്ട് അതിന്റെ പകുതിയിൽ എത്തുന്നതിന് മുമ്പ് ഈ സന്തോഷത്തിന്റെ സാഹചര്യം ഒരു വലിയ പ്രതിസന്ധിയുടെ സാഹചര്യമായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആനന്ദത്തോടാ തുടങ്ങിയത്, അഭിമാനത്തോടെയാ തുടങ്ങിയത്. ആമേൻ. എന്നെ കേൾക്കുന്ന എല്ലാ പിതാക്കന്മാരും മാതാക്കളും എന്നെ ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്. എല്ലാ മാതാപിതാക്കളുടെയും അഭിമാന നിമിഷമാണ് അവര് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന തലമുറകളുടെ മാന്യമായ വിവാഹത്തിന്റെ സാഹചര്യം എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ആഡംബരത്തോടെ നടക്കുന്നതാകട്ടെ, എളിയ രീതിയിൽ നടക്കുന്നതാകട്ടെ, വലിയ വിഭവങ്ങൾ ഉള്ളതാകട്ടെ, എന്നാൽ സാധാരണ നിലയിലുള്ളതാകട്ടെ, എന്തു തന്നെ ആയിരുന്നാലും പേരൻസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ സമയം എന്ന് പറയുന്നത്, ആ വിവാഹ വേദി എന്ന് പറയുന്നത്, സ്തോത്രം, വലിയ അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഈ അഭിമാനകരമായ സാഹചര്യത്തിൽ വളരെ സന്തോഷത്തോടെ ആ മാതാപിതാക്കൾ പ്രിയ മകന്റെ വിവാഹ വിരുന്ന് നടത്തുകയാണ്. പക്ഷേ സ്തോത്രം, ആ അഭിമാന സന്ദർഭം പ്രതിസന്ധിക്ക് വഴിമാറിയത് വളരെ പെട്ടെന്നായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രതിസന്ധി നാം മനസ്സിലാക്കണം. നമ്മൾ എത്തിപ്പെട്ടു നിൽക്കുന്ന പ്രതിസന്ധികൾ
നമുക്ക് പ്രതിസന്ധികളാണെങ്കിലും ആമേൻ, നമ്മുടെ പ്രതിസന്ധികൾ കർത്താവിന് ഒരവസരമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആമേൻ ഓരോ പ്രതിസന്ധിയും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരങ്ങളാണെന്ന് നാം മനസ്സിലാക്കി. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും പ്രതിസന്ധികളുടെ നടുവിലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, തിരിച്ചറിഞ്ഞു കർത്താവിന്റെ പാദപീഠത്തിൽ ആമേൻ അടുത്ത് എന്ന് ആശ്രയിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ പ്രതിസന്ധി കർത്താവിന് ഒരു അവസരമാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ഹല്ലേലൂയ, കർത്താവിന് ഒരു അവസരമാണത്. എന്തിന്റെ അവസരമാണ്? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരം. ഹല്ലേലൂയ. എവറി ക്രൈസിസ്, നമ്മുടെ ജീവിതത്തിലെ ഓരോ ക്രൈസിസും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ള ആമേൻ സാഹചര്യങ്ങളാണെന്ന് ഇന്ന് രാത്രിയിൽ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ആമേൻ, എപ്പോഴാ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത്? ആ വാക്യം നമ്മൾ പരിശോധിച്ചാൽ ആമേൻ, ഒരു ക്രൈസിസിന്റെ നടുവിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ടിടയായത്. ഞാൻ ആ വേദഭാഗം അത് ഞാൻ തൊടാൻ പോയാൽ മറ്റൊരു പ്രസംഗം, അതുകൊണ്ട് ഞാൻ അവിടേക്ക് കയറുന്നില്ല. എന്നാൽ കുടുംബം അഭിമുഖീകരിച്ച വലിയ പ്രതിസന്ധി, ദൈവത്തിന് സ്തോത്രം, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സന്ദർഭമാണെങ്കിലും ആ നിർണായകമായ പ്രതിസന്ധിയുടെ ക്രൈസിസിന്റെ അനുഭവത്തെ കർത്താവിന്, ദൈവത്തിന് സ്തോത്രം, തന്റെ മഹത്വം ഗലീലക്കാരുടെ വെളിപ്പെടുത്തുവാനുള്ള ഒരവസരമായി മാറി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന, എനിക്കും നിങ്ങൾക്കും മറികടക്കാൻ പ്രയാസമുള്ള, നമുക്ക് വേഗത്തിൽ പരിഹരിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും പ്രതിസന്ധിയുടെ മുമ്പിലാണോ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആയിരിക്കുന്നത്? ഈ രാത്രി തിരിച്ചറിഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രതിസന്ധി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനുള്ള ഒരവസരമായി നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. വേദപുസ്തകം ഉടനീളം നാം പരിശോധിച്ച് നോക്കിയാൽ ഒത്തിരി ദൈവജനം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനൊരു കാര്യം ഒന്ന് തൊട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം അടുത്ത വിഷയത്തിലേക്ക് കയറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം ആമേൻ, ചന്ദ്രക്, മേശക്, അബേദ്നെഗോവ് എന്ന് പറയുന്ന 3 യഹൂദ ബാലന്മാര്, സ്തോത്രം, അവര് അടിമകളാണ്, അടിമകളായി പിടിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രവാസികളാണ്. നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് അവരോടൊരു പ്രത്യേക പ്രീതി തോന്നി. പ്രത്യേകമായ നിലകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട, എന്നാൽ അവരുടെ തീരുമാനം മാറ്റാതെ, പ്രതിസന്ധി അവരുടെ ദൈവത്തോടുള്ള ഉടമ്പടിയിൽ വ്യത്യാസം വരുത്താതെ, സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാതെ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ പ്രമാണത്തിനു വേണ്ടി നിന്ന 3 ബാലന്മാർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കടുത്ത പ്രതിസന്ധിയെ മുമ്പിൽ കാണുമ്പോഴും പ്രതിബന്ധങ്ങളുടെ നടുവിലും പ്രമാണത്തെ ബലി കൊടുക്കാതെ നിന്ന 3 ചെറുപ്പക്കാർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ അവരുടെ അൺകോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ്, വിട്ടുവീഴ്ചയില്ലാത്ത അവരുടെ മനോഭാവം അവരെ കൊണ്ടുവന്നെത്തിച്ചത് 7 മടങ്ങ് ചൂട് കൂട്ടിയ, തീ കൂട്ടിയ വലിയ ഫർണസിനകത്തേക്കാണ്. ഓ ഹല്ലേലൂയ. ഇത് രാത്രി നാം തിരിച്ചറിയണം, ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മളെ വലിയ തീച്ചൂളയുടെ അനുഭവത്തിലേക്കായിരിക്കും കൊണ്ടുവന്നെത്തിക്കുന്നത്. സ്തോത്രം. എന്നാൽ ആ തീച്ചൂളകൾ ദൈവനാമത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുത്തത് കൊണ്ട് ഒരുപക്ഷെ നീ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ആ തീച്ചൂള നിന്നെ ദഹിപ്പിക്കുന്നതല്ല. ആ തീച്ചൂള ദൈവത്തിന്റെ മഹത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന വേദിയാക്കി കർത്താവ് മാറ്റി. രാത്രി ഞാന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 1, 2, 3 കുറച്ച് സന്ദർഭങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. നിലപാടുകളിലെ കാർക്കശ്യം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിട്ടുവീഴ്ചയില്ലാത്ത ചില നിലപാടുകൾ. സ്തോത്രം. അത്
വലിയ പ്രതിബന്ധങ്ങളിലേക്ക് ഈ ചെറുപ്പക്കാരെ കൊണ്ടുവന്നെത്തി. സ്തോത്രം. ഹല്ലേലൂയ. റോഷിയ ലാഖോസിയ ആന്ഥനിയ. ഹല്ലേലൂയ. ആമേൻ. ചൂട് കൂടിയ തീച്ചൂളയുടെ അനുഭവം. ആമേൻ. രാജാവിന്റെ അൺഫെയിലിംഗ് ആയിട്ടുള്ള ഡിഗ്രി, വളരെ ആമേൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് നെബൂഖദ്നേസർ എടുത്തു. എന്താ അദ്ദേഹം പറയുന്നത്? ആമേൻ, രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ തീച്ചൂളയിൽ എറിയും. ഇപ്പോ ആമേൻ ഈ ചെറുപ്പക്കാരോട് അല്പം പ്രതിപത്തി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം 2-3 അവസരം അവർക്ക് കൊടുത്തു. പക്ഷെ അവർ പറഞ്ഞു, ഇല്ല രാജാവേ, ജീവൻ പോയാലും നീ തീച്ചൂളയിൽ ഇട്ടു, പക്ഷെ ദൈവം ഞങ്ങളെ വിടുവിക്കുമെന്ന് ഉറപ്പുണ്ട്. ഇനി വിടുവിച്ചില്ലേലും ഈ തീക്കകത്ത് ചാരമായി മാറിയാലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കരുത്. നോക്കുക, അവര് അൺകോംപ്രമൈസിംഗ് ആണ്, നിലപാടുകളിൽ വളരെ കർക്കശമുള്ളവരാണ്, ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുള്ളവരാണ്. ഈ നിലപാടുകളുടെ കാർക്കശം അവരെ എത്തിക്കുന്നത് ചൂട് ഏറിയ തീച്ചൂളക്കകത്തേക്കാണ്. സ്തോത്രം. എന്നാൽ തീച്ചൂള അവരെ ദഹിപ്പിച്ചില്ല, പകരം അവരുടെ കെട്ടഴിച്ചു. ഹല്ലേലൂയ. അപ്പോ ചില നിലപാടുകൾ നമ്മളെ വലിയ തീച്ചൂളയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നെത്തിച്ചാലും ആ തീച്ചൂള ശത്രു കെട്ടിയ ചില കെട്ടുകളെ കത്തിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവർത്തിയാക്കി ദൈവം മാറ്റും. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇപ്പം നെബൂഖദ്നേസർ ഇങ്ങനെ നോക്കുക, തീക്കകത്തോട് എങ്ങനെ ഇവരെ കണ്ടെന്നുള്ളത് മറ്റൊരു അത്ഭുതമാണ് കേട്ടോ. കത്തുന്ന തീക്കകത്ത് നടക്കുന്ന ആളിനെ എങ്ങനെ കാണാനാ? ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ഒരുപക്ഷെ ദൈവം അദ്ദേഹത്തിന്റെ കണ്ണ് പ്രത്യേകമായി ആമേൻ അന്നേരം തുറന്നത്. ഇവര് നോക്കുമ്പോ തീച്ചൂളക്കകത്ത് 4 പേര് നടക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നോക്കുക, ആമേൻ. ഇവര് ആമേൻ അദ്ദേഹം ഇവരെ വിളിച്ചു പുറത്തു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നിട്ട് ഒരു വലിയ അതിന് മുമ്പ് വരുത്തിയ വിളംബരത്തിന് വ്യത്യസ്തമായ ഒരു വിളംബരം അദ്ദേഹം വരുത്തി. ഇവര് ജീവിതത്തിൽ തീക്കകത്തേക്ക് വീഴേണ്ടി വന്നെങ്കിലും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധി, സ്തോത്രം സ്തോത്രം, ദേശത്തിന്റെ മുമ്പിൽ, ഒരു രാജ്യത്തിന്റെ മുമ്പിൽ, ആമേൻ, ഒരു ജനതയുടെ മുമ്പിൽ ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുന്ന വേദിയാക്കി ആ പ്രതിസന്ധി മാറി. എന്നറിയാം, ഞാനും നിങ്ങൾ കടന്നു പോകുന്ന വേദനകൾ, ഞാനും നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, നമ്മൾ അനുഭവിക്കുന്ന ശോധനകൾ, നമ്മൾ അനുഭവിക്കുന്ന പീഡകൾ, സ്തോത്രം, അത് ആമേൻ, അതിന് നടുവിൽ നാം നിരാശപ്പെടാതെ കർത്താവിനെ വിടാതെ ആശ്രയിച്ചാൽ ഞാൻ പറയാം, നമ്മുടെ പ്രതിസന്ധികൾ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്ന വേദികളായി മാറും. ഹല്ലേലൂയ. പക്ഷേ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്തതുപോലുള്ള പ്രതിസന്ധിയിലാണോ നമ്മൾ എത്തിപ്പെട്ട് നിൽക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ഒരു 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 പുറത്തേക്കൊരു വഴി കാണാതെ, സ്തോത്രം, ആമേൻ, ചെന്നുപെട്ട ആ പ്രതിസന്ധി, സ്തോത്രം, ഇനി ഇവിടെ നിന്നൊരു മോചനം ഇല്ലെന്ന് ഒരുപക്ഷെ ആമേൻ നമ്മൾ മനസ്സിൽ കരുതിയാലും, ഹല്ലേലൂയ, പ്രമാണത്തിനു വേണ്ടിയാണോ നീ ആ പ്രതിസന്ധിക്കകത്ത് ചെന്നുപെട്ടത്? അവിടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുമെന്ന് ഈ രാത്രി നാം തിരിച്ചറിയണം. കാരണം ഒന്നാമെന്ന് പറയുന്നത്, എപ്പോഴാ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്? ആമേൻ. ഒന്നാമത്തെ ചിന്ത, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ കർത്താവ് തന്റെ മഹത്വത്തെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് കേട്ടോ. ദൈവമഹത്വം നമ്മുടെ പ്രതിസന്ധികളിൽ വെളിപ്പെട്ടാൽ, സ്തോത്രം, 11-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ 2-ാം ഭാഗമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. യോഹന്നാൻ 2:11 വാക്യം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ മറ്റൊരു സംഭവം കൂടെ കാണാനായിട്ട് കഴിയും. യേശു ഇതിനെ അടയാളങ്ങളെ ആരംഭമായി ഗലീലിലെ കാനാവിൽ വെച്ച് ചെയ്ത തന്റെ മഹത്വം വെളിപ്പെടുത്തി. അടുത്തത്, അവന്റെ ശിഷ്യന്മാർ അവൻ വിശ്വസിച്ചു. ആമേൻ. ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധി, നമ്മുടെ ക്രൈസിസ്, അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന വേദി ആയിരിക്കുമ്പോൾ തന്നെ ദൈവമഹത്വം വെളിപ്പെട്ടാൽ ഒരു റിസൾട്ട് ഉണ്ട്. ചിലർ വിശ്വസിക്കാൻ അത് കാരണമായി തീരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെല്ലുവിളികൾ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ശോധനകൾ,
ദൈവമഹത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ചിലരെ കർത്താവിനെ വിശ്വസിക്കാനുള്ള സാഹചര്യമാക്കി കർത്താവ് മാറ്റും. ദൈവത്തിന് ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഒരു ദൈവദാസൻ, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഡോൺ വേസ്റ്റ് യുവർ സോറോസ്. നിങ്ങളുടെ സങ്കടങ്ങളെ പാഴാക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ സങ്കടങ്ങളെ പാഴാക്കരുത്. കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ സങ്കടങ്ങളൊക്കെ ചിലർക്ക് വിശ്വാസത്തിനുള്ള കാരണമായി മാറും. നമ്മുടെ സങ്കടങ്ങളൊക്കെ കർത്താവിന് തന്നെ മഹത്വം വെളിപ്പെടുത്താനുള്ള അവസരമായി മാറും. എവ്രി ക്രൈസിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഓരോ വെല്ലുവിളിയും ദൈവത്തിന് അവസരമാണ് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ. ഹല്ലേലൂയ. അതൊരു സാധ്യതയാണ്, അതൊരു പോസിബിലിറ്റിയാണ്. എന്തിനാണെന്നറിയാമോ? ചിലർക്ക് വിശ്വസിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദൈവം അതിനെ ഇങ്ങനെ ചിന്തിക്കുന്ന അവസരത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം എന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ വന്നു. ഒന്ന് വായിക്കുന്നല്ല, യോഹന്നാന്റെ സുവിശേഷം 1-ാം ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും ഞാൻ ആ വാക്യം ഒന്ന്, ചിലപ്പോ ഇനി അറിയത്തില്ല കർത്താവിനെ ആ ഒരു വാക്യത്തിലൂടെ എനിക്ക് എടുത്തുകൊണ്ട് പോകുമെന്ന് അറിയത്തില്ലെങ്കിലും ആ വാക്യം ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല, പക്ഷെ മഹത്വം അവിടെയുണ്ട്. ഒന്ന് വായിച്ചോ, യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ തേജസ്സായി കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കണേ, വചനം ജഡമായി. സ്തോത്രം. യേശുവിന്റെ ജഡാവതാരത്തെ കുറിച്ച് യോഹന്നാൻ പറയുകയാണ്. 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ പൂർവാസ്തിത്വത്തെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞിട്ട് അവൻ ജഡത്തിൽ വന്നതിനെ കുറിച്ച് വിവരിക്കുകയാണ്. അതിന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ, അവൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. 14-ാം വാക്യം വന്നപ്പോ അദ്ദേഹം പറഞ്ഞു വചനം ജഡമായി. The word became flesh. വചനം മാംസമായി. വചനം നമ്മളെ പോലെയായി, വചനം മാംസമായി. എന്നിട്ട് ഈ വചനം ജഡമായവൻ കൃപയും സത്യവും നിറഞ്ഞ് നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാൻ പറയാ നമ്മുടെ ഇടയിൽ പാർത്തു. പക്ഷെ യോഹന്നാൻ അടുത്തു പറയുന്നത് ശ്രദ്ധിച്ച്, എന്താ കണ്ടേ? അവന്റെ തേജസ്. ജഡമായി തീർന്നവനാ വാർത്തേ. പക്ഷെ ജഡമായവനെ അല്ല അവര് കാണുന്നേ. ഈ ജഡമായി തീർന്നവനിൽ അവര് കാണുന്നത് തേജസ്. ഞങ്ങൾ അവന്റെ പിതാവിന്റെ തേജസ്സിനെ കാണുകയാണ്. എനിക്ക് ഞാൻ ആ വാക്യത്തിൽ നിന്ന് ഒരു വിഷയം ഞാൻ എടുത്ത വിഷയം തീർക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരു അവസരത്തിൽ ആ കാര്യം പറയാം. ജഡമായി തീർന്ന യേശു ജഡമായി അവരുടെ ഇടയിൽ പാർത്തു. നമ്മളെ പോലെ സ്തോത്രം മക്കൾ ജഡരക്തങ്ങളോട് കൂടെ ഉള്ളവരാകുക. അവരുടെ രക്ഷാനായകനെയും അവരോട് സമനാക്കി ദൈവം തീർത്തു. ഇപ്പൊ നമ്മളെ പോലെയുള്ള പാപജടത്തിന്, റോമാലേഖനത്തിൽ പറയുമ്പോ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തം ഈ ലോകത്തിൽ വന്ന കർത്താവ് ഈ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ നമ്മുടെ ഇടയിൽ പാർക്കുകയാണ്. പറയുന്നു നമ്മുടെ ഇടയിൽ പാർക്കും. പക്ഷെ ലോകം കണ്ടത് ജഡമല്ല, തേജസ്സാകണ്ടേ. ഇവിടെ ഒരു ചോദ്യം, നമ്മുടെ ഇടയിൽ, നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ നമ്മളെ കാണുന്നവർ നമ്മളെയാണോ കാണുന്നത്, തേജസ്സാണോ കാണുന്നത്? ഹല്ലേലൂയ. എപ്പോഴൊക്കെ അത് വെളിപ്പെട്ടതെന്ന് വിവരിക്കേണ്ടതുണ്ടെങ്കിലും ഞാൻ അവിടെ നിന്ന് മാറുകയാണ്. അപ്പൊ ഒന്നാമത്തെ സാഹചര്യം ക്രൈസിസ് ആണ്. എപ്പോഴാണ് മഹത്വം വെളിപ്പെടുന്നത്? ക്രൈസിസിന് നടുവില, വെല്ലുവിളികളുടെ നടുവില മഹത്വം വെളിപ്പെടുന്നത്. 2, സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം
13-ാം അധ്യായത്തിന്റെ 31-32 വാക്യങ്ങൾ. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. ശ്രദ്ധിക്കണേ, എപ്പോഴാണ് യേശു ഇത് പറയുന്നത്? കർത്താവിന്റെ മാളിക മുറി പ്രഭാഷണത്തിന്റെ ഭാഗമാണിത്. കർത്താവ് പെസഹ ആചരിക്കുവാനായി യെരുശലേമിലേക്ക് വന്നു. തൊട്ടു മുമ്പ് നടക്കുന്നത് കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള ട്രയംഫൽ എൻട്രി. ഓശന്ന പാടി ജനം കർത്താവിനെ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറ്റി തന്റെ അവരുടെ വസ്ത്രങ്ങളൊക്കെ അതിന്റെ മുന്നിൽ വിരിച്ച് അതിനു മുകളിൽ കർത്താവിനെ ഒരു രാജാവിനെ പോലെ ആനയിച്ചിട്ട് ആമേൻ അവിടെ നിന്ന് കർത്താവ് ഒലിവുമലയിലേക്ക് വന്നു, അവിടെ പാർത്തു. സ്തോത്രം. തൊട്ടടുത്ത ദിവസം ഒലിവുമലയിൽ ഇരിക്കുമ്പോ ശിഷ്യന്മാർ അവരോട് ചോദിച്ചു, ഞങ്ങൾ നിനക്ക് വേണ്ടി പെസഹ ഒരുക്കേണ്ടത് എവിടെയാ? ആമേൻ. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ആ കാര്യം കാണാനായിട്ട് കഴിയും. സ്തോത്രം. ഇത് ചോദ്യത്തിന് കർത്താവരോട് പറഞ്ഞ മറുപടി, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. സ്തോത്രം. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു പുരുഷൻ ഒരു കുടം വെള്ളവുമായി നിങ്ങൾക്ക് എതിർപ്പെടും. അവന്റെ പിന്നാലെ നിങ്ങൾ പോവുക. അവൻ കയറുന്ന വീട്ടിൽ കയറുക. അവിടെ ചെന്ന് വീട്ടുടയവനോട്, ആമേൻ, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കേണ്ടത് എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുക. അവൻ നിങ്ങൾക്ക് വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു. കർത്താവ് പറഞ്ഞതുപോലെ അവർ ചെയ്തു. ഈ വൻമാളികയിലേക്ക് പെസഹ ആചരിക്കാനായിട്ട് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി വരികയാണ്. നമുക്കറിയാം 13-ാം അധ്യായം കർത്താവ് അവരുടെ കാല് കഴുകി. പത്രോസ് പറഞ്ഞ എന്റെ കാലൊന്നും കഴുകണ്ട. സ്തോത്രം. കർത്താവ് ഞാൻ നിന്റെ കാല് കഴുകുന്നില്ല, ഞാനും നീ കൂടെ ഒരു ബന്ധമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തുടർന്നാണ് നമുക്കറിയാം 21 മുതലുള്ള വാക്യങ്ങളിൽ ആമേൻ കർത്താവ് അതിന് തൊട്ടു മുമ്പ് ദൈവത്തിന് സ്തോത്രം കർത്താവ് മരണവിധത്തെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. തന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഞാൻ ആ ഭാഗം പഠിച്ചപ്പോ മനസ്സിലായ ഒരു കാര്യം, യേശു കർത്താവിന്റെ വലവശത്ത് നെഞ്ചോട് ചാരി യോഹന്നാൻ ഇരിപ്പുണ്ട്. തൊട്ടടുത്ത് മീൻസ് കർത്താവിന്റെ ഇടതുവശത്ത് കർത്താവിനോട് ചേർന്നിരിക്കുന്ന ആള് യൂദയാണ്. എങ്ങനെ മനസ്സിലായി? അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ശീമോൻ പത്രോസ് ആംഗ്യം കാണിച്ച് യോഹന്നാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അത് ആരാ? ഇപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ അപ്പക്കണ്ണം മുക്കി ആർക്കാണോ കൊടുക്കുന്നത് അവനാണ് എന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞിട്ട് കർത്താവ് അപ്പക്കണ്ണം ചാറിൽ മുക്കി യൂദായ്ക്ക് കൊടുത്തു. നമ്മുടെ വലതുവശത്തിരിക്കുന്ന ആളിന് കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ വലതു കൈകൊണ്ട് ഇടതുവശത്തിരിക്കുന്ന ആളിന് കൊടുക്കാൻ എളുപ്പമുണ്ട്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ യൂദ ഇരുന്നത് കർത്താവിന്റെ ഇടതുവശത്താണ്. ആ വശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്ഥലം ഒരു ഉന്നതനായ വ്യക്തിയുടെ ഇടതുവശം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് ഓണർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ബഹുമാനം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം വളരെ ബഹുമാന്യമായ ഒരു സ്ഥാനത്ത് കർത്താവ് ഇരുത്തിയേക്ക് ആരെ? യൂദായെ ഇരുത്തിയേക്ക്. സ്തോത്രം. ആ സ്ഥാനം പത്രോസിന് കിട്ടിയില്ല, യോഹന്നാന് കിട്ടിയില്ല, അന്ത്രയോസിന് കിട്ടിയില്ല, ഫിലിപ്പോസിന് കിട്ടിയില്ല. ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ആൾ ഇരിക്കേണ്ട ഇടത്ത് കർത്താവ് യൂദായെ കൊണ്ടുവന്ന് ഇരുത്തി. നിങ്ങൾ ചിന്തിക്കണം, അവരെ അവിടെ ഇരുത്തിയേത്താ പറയുന്നത് ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്നിട്ട് പറഞ്ഞ് ഞാൻ ആർക്കാണോ അപ്പകണ്ണം ചാറിൽ മുക്കി കൊടുക്കുന്നത് അവനാ ഒറ്റിക്കൊടുക്കുന്നത്. അവനെവിടെ ഇരിക്കുക? തൊട്ടടുത്ത് ഏറ്റവും ബഹുമാന്യമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇരുത്തിയേക്ക. നമ്മളാണെങ്കിൽ ഇരുത്തുവോ? ആ ഹോളിനകത്ത് അവനെ കയറ്റിയല്ല. സ്തോത്രം. ഹല്ലേലൂയ.
ഞാൻ അവിടെ നിൽക്കുന്നില്ല, അവിടെ നിന്ന് വേറെ കുറെ കാര്യം പറയാനുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നില്ല. എന്നാൽ ഇവനിത് വാങ്ങി എപ്പക്കണ്ണം വാങ്ങി തിന്നു. ഉടനെ അവന് സാത്താൻ കടന്നു. കർത്താവിനോട് പറയുന്നത് നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യാൻ. യൂദ എഴുന്നേറ്റ് പുറത്തുപോയി. നോക്കിയേ 30-ാമത്തെ വാക്യം. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. യൂദ പോയി കഴിഞ്ഞ ഉടനെ യേശു പറഞ്ഞ പദമാണ് നമ്മൾ വായിച്ചത്. ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. ചിലരോടുള്ള ദൂതായത് കേട്ടോ. നമ്മൾ മാനിച്ചു കൂടെ നിർത്തുന്ന ചിലര് നമ്മെ ഒറ്റാനുള്ള പണം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് നമുക്കെതിരെ നിൽക്കുന്ന ചിലരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി ആളെ കൂട്ടി വരാൻ പുറത്തു പോയപ്പോ കർത്താവ് പറയാണ്, ദിസ് ഈസ് ദ ടൈം ഓഫ് മൈ ഗ്ലോറിഫിക്കേഷൻ. കൂടെ നിൽക്കുന്നവൻ ഒറ്റിക്കൊടുക്കുന്ന ചില സമയങ്ങളുണ്ട് കേട്ടോ. വളരെ ചേർത്ത് നിർത്തിയ ചിലര്, നാം വിശ്വസിച്ച് കൂടെ കൊണ്ടു നടന്ന ചിലര് നമ്മെ ഒറ്റിക്കൊടുക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ അപമാനത്തിന്റെ സമയമാണ്. പക്ഷെ കർത്താവ് എന്നാ പറഞ്ഞത്? ഇതാണ് എന്റെ മഹത്വീകരണത്തിന്റെ സമയം. ചിലര് നമ്മളെ ഒറ്റിക്കൊടുക്കുമ്പോ, ചിലര് നമുക്ക് വിലയിടുമ്പോ, ചിലര് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് മറ്റു ചിലരോട് ഇടപാടുകൾ നടത്തുമ്പോ, ചിലര് നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വിരോധമായി നിൽക്കുന്ന ആളുകളുമായി ഗൂഢാലോചനകൾ നടത്തുമ്പോൾ, കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുമ്പോ, ഒരു കാര്യം ദൈവവൈതലേ നീ തിരിച്ചറിഞ്ഞു, നിന്റെ മഹത്വീകരണത്തിന്റെ സമയമാണത്. നിന്റെ മഹത്വീകരണത്തിന്റെ വേദിയാണ്. രാത്രി വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുമത്? നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസിച്ച ചിലര് നമുക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ രാത്രി നീ നിരാശപ്പെടേണ്ട. കർത്താവിന് നിന്നോട് പറയാനുള്ള ദൂത്, അത് നിന്റെ മഹത്വീകരണത്തിന്റെ സമയം. Praise Jesus. Hallelujah. ആ വാക്യം 31, 32 വാക്യങ്ങൾ കർത്താവ് പറയുകയാണ്, ഇപ്പോൾ മനുഷ്യപുത്രൻ അവൻ ഒറ്റിയില്ല, ഒറ്റുകൊടുക്കാൻ പുറത്തു പോയപ്പോഴേ നമ്മുടെ കൂടെ നിന്നേച്ച് നമ്മുടെ ജീവന് വിലയിട്ട്, സ്തോത്രം, ശത്രുപക്ഷവുമായി ഗൂഢാലോചനകൾ നടത്തി, സ്തോത്രം, ഹല്ലേലൂയ, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി നമുക്കെതിരെ നിന്ന ചിലര് കൂട്ടത്തിൽ നിന്ന് പുറത്തു പോകുമ്പോ കർത്താവ് പറയാ, അവൻ പോകുന്ന ആ നിമിഷം ഉണ്ടല്ലോ, നിന്റെ മഹത്വീകരണം ആരംഭിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോ ഇച്ചിരി വേദന ഉണ്ടായി കാണും, കൂടെ നിന്ന് ഒരുത്തം പോയല്ലോ, സാരമില്ല, നീ മഹത്വപ്പെടാൻ സമയമായി. Praise Jesus. Hallelujah. ഒന്ന്, നിന്റെ മഹത്വം. രണ്ട്, ദൈവം നിന്നിൽ മഹത്വപ്പെടുന്ന സമയം. ഒന്ന്, your time of glorification. And it is also the time of God glorifying you. Hallelujah. Amen. ആ വാക്യം പറയുന്നത് ക്ഷണത്തിൽ അവനെ മഹത്വം. സ്തോത്രം. ദൈവം മഹത്വപ്പെട്ടാൽ ആമേൻ, പിന്നെല്ലാം വേഗത്തിലായിരിക്കും കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോ എന്നെ അനുഭവം ചേർത്ത് വെച്ചാണ് പറയുന്നത്. എനിക്ക് അനുഭവം വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. സ്തോത്രം. ഞാൻ പറയാം, പലരും നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒറ്റിക്കൊടുക്കുമ്പോ ദൈവത്തിന്റെ സ്തോത്രം, നമുക്ക് ആമേൻ, നമുക്ക് അല്പമല്ലാത്ത വേദനകൾ നമ്മുടെ ഉള്ളിൽ തോന്നിയാൽ, സ്തോത്രം, ഹല്ലേലൂയ, റോഷിയ ധനാരകഥന. നോക്കട്ടെ, ഒരുത്തർ നമ്മളെ ഒറ്റണമെങ്കിൽ ശത്രു പറഞ്ഞതിനോട് അവൻ ഒക്കണം. സ്തോത്രം, നമ്മുടെ കൂടെ ചേർന്ന് നിന്നിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഇവൻ പറഞ്ഞെങ്കിലേ അവൻ ഒറ്റിക്കൊടുക്കാനുള്ള അവസരം ഉണ്ടാകത്തുള്ളൂ.
ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിരോധമായി ശത്രുക്കൾ പടച്ചുവിട്ട വ്യാജ പ്രചരണങ്ങളോട് ചേർന്ന് നിന്ന് ചിലര് ആമേൻ നമ്മെ ഒറ്റിക്കൊടുക്കാം ആമേൻ വിലയിടുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആ സമയം നിന്റെ മഹത്വീകരണത്തിന്റെ സമയമാണ്. നിന്നിൽ ദൈവം മഹത്വപ്പെടുന്ന സമയമാണ്. ദൈവത്തിന് സ്തോത്രം. യുവർ ഗ്ലോറിഫിക്കേഷൻ will happen immediately. പെട്ടെന്ന് മഹത്വീകരണം. അപ്രതീക്ഷിതമായ സമയത്ത് ചിലര് നമ്മളെ വിട്ടുപോകുമ്പോ ഞാൻ പറയാം, ആമേൻ, പ്രതീക്ഷിതമായ സമയത്തുള്ള മഹത്വീകരണവും വെളിപ്പെടും. അനുഭവിക്കുന്ന ദൈവജനത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ നിന്നാ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും അടുത്ത വിഷയത്തിലോട്ട് ഞാൻ കടക്കുക. 12-ാം അധ്യായത്തിലേക്ക് വന്നു നോക്കുകയും 12-ന്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, അത് ഈ മാളിക മുറിയുമായി ബന്ധപ്പെട്ട് തൊട്ടു മുമ്പ് നടക്കുന്ന സംഭവമാണ്. 12-ാം അധ്യായം തുടങ്ങുന്നത് ലാസറിന്റെ വീട്ടിലെ വിരുന്നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. സ്തോത്രം. 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, 20-ാമത്തെ വാക്യത്തിൽ യവനന്മാർ യേശുവിനെ കാണാനായിട്ട് കടന്നു വരികയാണ്. സ്തോത്രം. ഈ യവനന്മാര് വന്നപ്പോ ആദ്യം കാണുന്നത് ഫിലിപ്പോസിനെയാണ്. ഫിലിപ്പോസ് അന്ത്രയോസിനെ കാണുന്നു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യവനന്മാരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്തോത്രം. എന്താ യവനന്മാരുടെ പ്രത്യേകത? നമ്മള് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, യവനന്മാർ അവൻ അടയാളം അന്വേഷിക്കുന്നവരാണ്. യവനന്മാർ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യവനന്മാരെ കുറിച്ച് പൗലോസ് പറയുന്നത് അവർ അടയാളം അന്വേഷിക്കുന്നവരാണ്. സ്തോത്രം. എവിടെ ചെന്നാലും അടയാളം കാണുന്നവർക്ക്. ഇപ്പൊ യേശുവിന്റെ അടുക്ക വന്നത് എന്തിനാണ്? കർത്താവ് വല്ല അടയാളവും ചെയ്യുമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ കർത്താവ് പറയുകയാണ്, എന്റെ ഗ്ലോറിഫിക്കേഷന്റെ സമയം വന്നേക്കുക, എന്റെ മഹത്വീകരണത്തിന്റെ സമയം വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് കർത്താവ് തന്നെ മരണവിധത്തെ കുറിച്ച് അവരോട് സൂചിപ്പിക്കുന്നു. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞിട്ട് പറയാ, നിങ്ങൾ അടയാളം തേടിയല്ലേ വന്നേ, ഞാനൊരു അടയാളം നിങ്ങളോട് പറയാം. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടാൻ സമയം സമാഗതമായി. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്റെ അടുക്കിലേക്ക് ആകർഷിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക, അടയാളം അന്വേഷിച്ചു വരുന്നവനോട് യേശു പറയുകയാണ്, അടയാളമേ ഉള്ളൂ, ഞാൻ ഉയർത്തപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. എന്നിട്ട് ദൈവവചനം പറയുന്നത്, യോഹന്നാനോട് പറയുന്നത് ഇങ്ങനെയാണ്, ഇത് കർത്താവ് തന്റെ മരണവിധം ഉദ്ദേശിച്ച് പറഞ്ഞതത്രേ. ദൈവത്തിന്റെ സ്തോത്രം. ശ്രദ്ധിക്കണേ ദൈവമക്കളെ. ഹല്ലേലൂയ. എപ്പോഴാ മഹത്വം വെളിപ്പെടുന്നത്? ക്രൂശിന് മുമ്പ് ദൈവം ഹല്ലേലൂയ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. ആ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവ് ലഭിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. 27-ാം വാക്യത്തിൽ കർത്താവിന്റെ ഒരു പ്രാർത്ഥനയാണ് കാണുന്നത്. അത് ഗതസമനയുടെ പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന്റെ സ്തോത്രം. 27-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. സ്തോത്രം. മുൻപിൽ വരുന്ന ക്രൂശിന്റെ അനുഭവത്തെ, വേദനയുടെ അനുഭവത്തെ, ശോധനയുടെ അനുഭവത്തെ, നിന്ദയുടെ അനുഭവത്തെ, അപമാനത്തിന്റെ അനുഭവത്തെ ആത്മകണ്ണിൽ കണ്ട യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാ, കർത്താവെ കഴിയുമെങ്കിൽ പിതാവേ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് രക്ഷിക്കാമെന്നല്ല പറഞ്ഞത്. കർത്താവ് 28-ാമത്തെ വാക്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ അടുത്ത വാചകം ഒന്ന് തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവ് അടുത്ത ഗിയറിലേക്ക് ഒന്ന് കയറി വീണ്ടും പ്രാർത്ഥിക്കുക, എന്താ? പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. കർത്താവ് തന്റെ ക്രൂശിനെ മുന്നിൽ കണ്ടുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഹല്ലേലൂയ നിന്റെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം. ആ അടുത്ത വാക്യത്തിൽ അപ്പോ ഒരു ശബ്ദം ഉണ്ടായി, എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അങ്ങനെയാണ് എപ്പോഴാ മഹത്വം വെളിപ്പെടുന്നേ? ക്രൂശിന് തൊട്ടു മുമ്പ്. ഹല്ലേലൂയ. ക്രൂശിന്റെ അപമാനം, ക്രൂശിന്റെ നിന്ദ,
ക്രൂശിന്റെ വേദന ആമേൻ സഹിക്കുന്നതിന് ആമേൻ തൊട്ടു നോക്കണേ. ബിഫോർ ആൻഡ് ആഫ്റ്റർ ക്രോസ്, ക്രൂശിന് മുമ്പും ക്രൂശിന് ശേഷവും കർത്താവ് മഹത്വപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ ഉയർപ്പ് അവന്റെ മഹത്വീകരണത്തിന്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ ഇവിടെ യേശുവിന്റെ ക്രൂശ് പോലും കർത്താവിന്റെ മഹത്വീകരണമായി. ഇതാ പറയുകയാണ്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശു കർത്താവ് ഏതാണ്ട് 24 മണിക്കൂർ നീണ്ടു നിന്ന അതികഠിനമായ പീഡ നമ്മൾ വായിക്കുന്നുണ്ട്. അവന്റെ പുറം ഉഴവുചാല് പോലെ ഉഴുതു മറിച്ചു. ഒന്ന് കുറെ 40 അടി ചാട്ടവാറ് കൊണ്ട് യേശുവിന്റെ പുറത്ത് തലേറ്റു വാങ്ങി. അത് കൂടാതെ അവനെ കോലുകൊണ്ടടിപ്പിച്ചു. സ്തോത്രം. അപ്പൊ അതും 38 എണ്ണമാണ്, 39 എണ്ണമാണ്. മൊത്തത്തിൽ 78 അടി കൊണ്ടു. ദൈവത്തെ സ്തോത്രം. ആദ്യമനെ കോലുകൊണ്ട് അടുപ്പിച്ചു ഇട്ടയക്കാനായിട്ട് പീലാത്തോസ് തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ചാട്ട കൊണ്ടടിപ്പിക്കാൻ തീരുമാനിച്ചത്. സ്തോത്രം. എല്ലാം കഴിഞ്ഞാണ് യേശുവിനെ ക്രൂശിക്കുന്നത്. തലയിൽ മുൾക്കിരീടമുണ്ട്. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറം വേദന യേശു സഹിക്കുകയാണ്. അവൻ തുപ്പലേറ്റു, അവൻ അപമാനിതനായി, അവൻ നിന്ദിതനായി. ഈ വേദനകൾ അതിനു കൂടെയാണ് അവന്റെ ശരീരം അടിച്ച് പൊളിച്ച് ഉഴുത് മറിച്ച്. Before every cross there is a glory. എല്ലാ ക്രൂശിനും മുൻപ് നിന്റെ മേൽ വെളിപ്പെടുന്ന ഒരു മഹത്വം ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എപ്പോഴാ മഹത്വം വെളിപ്പെടുന്നത്? ക്രൂശിന് മുമ്പ് മഹത്വം ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവജനം ധൈര്യപ്പെടാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവത്തിന്റെ ജനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇനി എങ്ങനെയാ ഈ മഹത്വം വെളിപ്പെടാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരു വിഷയം കൂടെ ഉണ്ട്, ഞാനത് പറയുന്നില്ല, അടുത്തതിലേക്ക് കയറുക. മഹത്വം വെളിപ്പെടാൻ എന്ത് ചെയ്യണം? സ്തോത്രം. 2-3 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായമാണല്ലോ നമ്മൾ ആദ്യം എടുത്തത്. ആ 2-ാം അധ്യായത്തിൽ തന്നെ ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ, യേശുവിന്റെ അമ്മ മറിയ അവിടെ ഉള്ള ശുശ്രൂഷക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യും. സ്തോത്രം. കർത്താവ് അവിടെ ചെന്നിട്ട് ആമേൻ ഈ പുറമെയൊക്കെ നോക്കിയിട്ട് അവിടെ കിടക്കുന്ന 6 കൽപാത്രം കണ്ടിട്ട് അവിടെയുള്ള ശുശ്രൂഷക്കാരോട് പറയാണ്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയും. സ്തോത്രം. ഒരു ചോദ്യവും ചോദിക്കാതെ ആ ശുശ്രൂഷക്കാര് 6 കൽപാത്രങ്ങളിൽ വക്കോളം വെള്ളം നിറച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ അതേ ശുശ്രൂഷക്കാരോട് യേശു പറയുകയാണ്, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊടുക്കണം. അവർ ഒരു മടിയും കൂടാതെ കോരി കൊണ്ടുപോയി ഒരു വിരുന്നുവാഴിക്ക് കൊണ്ടുപോകുക. നോക്കണേ, കിണറ്റിൽ കിടക്കുമ്പോൾ അത് പച്ചവെള്ളമാണ്, തൊട്ടി കോരുമ്പോഴും അത് പച്ചവെള്ളമാണ്, ഈ പാത്രത്തിൽ ഒഴിക്കുമ്പോഴും അത് പച്ചവെള്ളമാണ്. വിരുന്നുവാഴിക്ക് കൊണ്ടുപോകാൻ അവർ കോരുമ്പോഴും പച്ചവെള്ളമാണ്. ഇത് വെള്ളമാണെന്ന് അറിഞ്ഞിട്ടും കർത്താവിന്റെ വാക്കനുസരിക്കുവാൻ ആ ശുശ്രൂഷക്കാരൻ മനസ്സ് കാണിച്ചതാണ് മഹത്വം വെളിപ്പെടാൻ കാരണമായത്. അങ്ങനെയാണ് എപ്പോഴാ മഹത്വം വെളിപ്പെടുന്നത്? സ്തോത്രം. ചോദ്യം ചെയ്യാതെ എപ്പോൾ നീ അനുസരിക്കാൻ തയ്യാറാകുമോ അപ്പോൾ നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടാനിടയാകും. ഞാൻ ഒന്നുകൂടെ പറയാം, ചോദ്യം ചെയ്യാതെ ദൈവം പറയുന്നതിനോട് 100 ചോദ്യം ചോദിക്കാതെ ദൈവത്തെ അനുസരിക്കാൻ നീ തയ്യാറാകുന്നത് എപ്പോഴാണോ അപ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെയും നിൽക്കുന്നില്ല, വിശദീകരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ നിൽക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യമാണ്. നമുക്ക് മനപ്പാടം അറിയാവുന്ന വാക്യമാണ്. മാർത്തയോട് യേശു പറയുകയാ, ലാസറിന്റെ കല്ലറയുടെ അടുക്കൽ നിന്നോണ്ട് യേശു കർത്താവ് മാർത്തയോട് പറയുന്ന വാക്കാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. യോഹന്നാൻ 11:40. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ലാസറിന്റെ ഭവനം യേശുവിന് വളരെ പ്രിയപ്പെട്ട ഭവനം. സ്തോത്രം. ഈ ഭവനത്തിൽ കർത്താവ് ഈ യെരുശലേമിൽ വരുമ്പോ അതിനടുത്തുള്ള ഗ്രാമമാണ് ബെഥാനി എന്ന് പറയുന്നത്.
അപ്പൊ ഈ ബഥാന്യയിലെ ലാസറിന്റെ വീടാ കർത്താവിനൊരു ഷെൽട്ടർ ആയിട്ടുള്ളത്. വല്ലോ ഇച്ചിരി ആഹാരം കിട്ടുന്നത് അവിടെയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ കർത്താവിനെ കയറ്റുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ളതിൽ ഒരു വീടെന്ന് പറയുന്നത് ഈ ലാസറിന്റെ വീടാ. വളരെ പ്രിയപ്പെട്ട ഒരു ഭവനം. അപ്പോ രണ്ട് സഹോദരിമാർ, അപ്പനുണ്ടായിരുന്നോ എന്ന് പറയുന്നില്ല. ചില വേദപണ്ഡിതന്മാര് പറയുന്നത് ഈ ലാസറിന്റെ പിതാവായിരുന്നു ശീമോൻ എന്നൊക്കെയാണ്. കുഷ്ഠരോഗിയായ ശീമോൻ ലാസറിന്റെ പിതാവായിരുന്നു എന്നൊക്കെ പറയുന്നു. നമുക്ക് അതിനെക്കുറിച്ച് തെളിവുകളൊന്നുമില്ല. എന്തായിരുന്നാലും ആ കാര്യങ്ങളെ കുറിച്ച് ഒന്നും വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഈ രണ്ട് സഹോദരിമാർക്കുള്ള ഏക ആൺതുണയാണ് ഈ സഹോദരൻ. യേശുവിന് വളരെ പ്രിയപ്പെട്ട കുടുംബം. ദൈവത്തിന് സ്തോത്രം. ഈ സഹോദരൻ രോഗിയായപ്പോ സഹോദരിമാരാളെ വിട്ട് യേശുവിനോട് പറയിപ്പിച്ചു, ആമേ, നിനക്ക് പ്രിയനായവൻ രോഗിയായിരിക്കും. സ്തോത്രം. ഞങ്ങളുടെ സഹോദരൻ രോഗിയാണെന്നല്ല പറഞ്ഞത്, നിനക്ക് പ്രിയനായവൻ രോഗിയായി കിടക്കുന്നു. കർത്താവ് അറിഞ്ഞിട്ടും അനങ്ങിയില്ല. സ്തോത്രം. താൻ ഇരുന്ന ഇടത്ത് പിന്നെയും 3 ദിവസം കൂടെ പാർത്തു. സ്തോത്രം. 4-ാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് പറയുക, നമ്മുടെ സഹോദരൻ ലാസർ ഉറങ്ങുകയാണ്, നമ്മൾ അവനെ പോയി ഉണർത്തണം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ കടന്നു വന്ന് ബഥാന്യ എന്ന ഗ്രാമത്തിന്റെ ഗേറ്റിങ്കൽ വന്ന് യേശു നിൽക്കുകയാണ്. ആരോ വന്ന് പറഞ്ഞു, ആമേൻ, ഗുരു വന്നിട്ടുണ്ട്. മാർത്ത ഓടി അവിടെ ചെല്ലുകയാണ്. സ്തോത്രം. നോക്കണേ, ഹല്ലേലൂയ. മാർത്ത ഓടി ചെന്നേച്ച് ഈ യേശുവിന്റെ അടുക്കൽ ചെന്ന് അവക്ക് പറയാനുള്ള മുഴുവൻ പരാതിയും കേട്ടഴിച്ചിട്ടു. എന്താ പറഞ്ഞേ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇത് പറഞ്ഞേച്ച് പറയും, ഇപ്പോഴും നീ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കുമെന്നറിയാം. ആമേൻ, ഹല്ലേലൂയ. ഉടനെ യേശുവിന്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ചേ, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് പറഞ്ഞ മറുപടി ആമേൻ വളരെ വളരെ ബുദ്ധിപൂർവമാണ് കർത്താവ് മറുപടി പറഞ്ഞു. ഇവരുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന ഒരു മറുപടിയാണ് കർത്താവ് പറഞ്ഞത്. ഉടനെ മാർത്തയുടെ മറുപടി ശ്രദ്ധിച്ച്, കർത്താവെ, അത് നീ എന്നോട് പ്രത്യേകം പറയണ്ട. ആമേൻ, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം, അത് നീ പറയണ്ട. അപ്പോ ഇത് പറയുമ്പോൾ കർത്താവോട് പറഞ്ഞ മറുപടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അടുത്ത വാക്യം കൂടെ, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. അപ്പൊ ഈ വാക്യം ഇപ്പൊ ചില ആളുകള് ജീവിച്ചിരിക്കുമ്പോ കർത്താവിൽ വിശ്വസിക്കുന്നവരാരും ഇനി മരിക്കുകയെന്ന ഒരു ഉപദേശം സ്ഥാപിക്കാനായി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഉപദേശം പുതുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. പ്രചരിപ്പിക്കുന്ന ആളുകളെ വ്യക്തിപരമായി എനിക്കറിയാം. നമ്മുടെ വിഷയം ആളുകളെ പറയാവുന്നതല്ല. പക്ഷെ ആ ഉപദേശ വിഷയം തെറ്റാണ്. യേശുവിൽ ജീവിച്ചിരിക്കുമ്പോ കർത്താവ് വിശ്വസിച്ചാൽ പിന്നെ മരിക്കുകയല്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. അവിടെ കർത്താവ് പറഞ്ഞ മരണം 2ാം മരണമാണ്. ദൈവത്തിന് സ്തോത്രം എന്ന കാര്യം ദൈവമക്കൾ മനസ്സിലാക്കും. ദൈവത്തിന് സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോ കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പറഞ്ഞേച്ച് മാർത്ത തിരിച്ചു എന്ന് മറിയെ വിളിച്ചോണ്ട് വരിക. മറിയം വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് മറിയ കരയാൻ തുടങ്ങി. യേശു അവളോട് ചോദിക്കുകയാണ്, ആമേൻ, സ്തോത്രം, അവനെ വെച്ചത് എവിടെ? സ്തോത്രം. തുടർന്ന് അവർ ഒരുമിച്ച് കല്ലറയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. സ്തോത്രം. ആമേൻ. 39-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. കർത്താവ് പറയാ, കല്ല് നീക്കുവിൻ, കല്ല് നീക്കുവിൻ. കല്ല് നീക്കുവിൻ എന്ന് പറയുമ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ, സഹോദരനൊക്കെ ശരിയാ, പക്ഷേ 4 ദിവസമായി ഇനി ഒരു സാധ്യതയില്ല, നാറാൻ തുടങ്ങി. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നാറി തുടങ്ങിയ, നാറ്റം വെച്ച് തുടങ്ങിയ ആ വിഷയത്തിന്റെ മുമ്പിൽ ഈ കുടുംബം ഇനിയൊരു പ്രതീക്ഷ മുമ്പിലില്ല. കാരണം യഹൂദന്റെ വിശ്വാസം അനുസരിച്ച് 3 ദിവസം അവന്റെ മരിച്ചവന്റെ ആത്മാ അവിടെയൊക്കെ കാണും, തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിപ്പം 4-ാം ദിവസമാണ്.
സ്തോത്രം. ഇനി ഒരു തിരികെ വരവില്ല, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഒരു സാധ്യതയില്ലെന്ന് വിധിയെഴുത്ത് നടത്തിയിരിക്കുമ്പോ യേശു കർത്താവോട് പറയുകയാണ്, നീ സാധ്യതയില്ലെന്ന് കരുതുന്ന എഴുതി തള്ളിയ വിഷയത്തിന് മുമ്പിൽ നീ വിശ്വസിക്കാൻ തയ്യാറാണോ? ഒരു മഹത്വം വെളിപ്പെടാനിടയാണ്. ഞാൻ 2 വാക്കൂടെ അവിടെ നിന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലോട്ട് കയറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നോക്കണേ, ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, യേശു കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു, ആളുകൾ എന്ത് ചെയ്തു? കല്ല് നീക്കി. കല്ല് നീക്കിയപ്പോ എല്ലാവരും എങ്ങോട്ട് നോക്കി? കല്ലറയ്ക്കകത്തേക്ക് നോക്കി. യേശു, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ കല്ല് നീക്കിയപ്പോ നാറ്റം വന്നോന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ലാസറിന്റെ സ്ഥിതി എന്തായിരിക്കും? കല്ലറയ്ക്കകത്ത് ലാസർ ജീവനോടെ കിടക്കുക. എപ്പോ ജീവൻ വന്നു? ബഥാനിയ ഗ്രാമത്തിന്റെ ഗേറ്റിങ്കിൽ നിന്നുകൊണ്ട് യേശു മാർത്തയോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ നിമിഷം മൈലുകൾക്കപ്പുറത്തെ കല്ലറയ്ക്കകത്ത് മരിച്ച ലാസറിന്റെ മേൽ പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിച്ച് ജീർണിച്ചു പോയവന്റെ ആന്തരിക അവയവങ്ങൾ സൗഖ്യമായി, ചത്തു വീർത്ത അവന്റെ മാംസം സ്വത്രം പൂർവ്വസ്ഥിതിയിലായി, വലിഞ്ഞു പൊട്ടിയ അവന്റെ സ്കിന്ന് പഴയതുപോലെയായി, അവന്റെ കണ്ണുകൾ പൂർവ്വസ്ഥിതിയിലായി, അവന്റെ കുടല് പൂർവ്വസ്ഥിതിയിലായി. ഏതെല്ലാം അവയവങ്ങൾ കേടുവന്നു, ആ അവയവങ്ങളെല്ലാം പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിച്ചു. ഇത് അറിയാവുന്ന യേശുവാണ് കല്ലറയ്ക്കൽ വന്നിട്ട് കല്ല് മാറ്റാൻ പറഞ്ഞത്. പിതാവിനോട് പ്രാർത്ഥിച്ചേച്ച് യേശു പറഞ്ഞത് ലാസറെ ഉയർക്കുക എന്നല്ല, ലാസറെ പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ പുറത്തു വരാൻ പറയുന്നതിന് മുമ്പ് ഇവൻ ജീവൻ പ്രാപിച്ചു കിടക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, ആമേൻ, നിന്റെ ജീവിതത്തിൽ ഇനി സാധ്യതകൾ ഇല്ലെന്ന് പറഞ്ഞ് നീ എഴുതി തള്ളിയ ചില പ്രത്യേക വിഷയങ്ങളുടെ മുമ്പിൽ, ആമേൻ, ഇനി ഒരു പോസിബിലിറ്റി ഇല്ലെന്ന് നീ പറയുമ്പോ കർത്താവ് പറയുന്നു, നീ വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അവന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസം മഹത്വത്തെ വെളിപ്പെടുത്തും. സ്തോത്രം. 3, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ മുൻപ് നമ്മൾ വായിച്ചതാണ്, അതുകൊണ്ട് വീണ്ടും വായിക്കണമെന്നില്ല. 27-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന, സ്തോത്രം, പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശുവിന്റെ ഈ പ്രാർത്ഥന, ഇതേ പ്രാർത്ഥനയാണ് ഗെത്സമനയിലും കാണുന്നത്. ഗെത്സമനയിൽ എന്താ യേശു പ്രാർത്ഥിച്ചേ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആമേൻ പറയാതെ അടുത്തൊരു സെന്റൻസ് കൂടെ യേശു പറഞ്ഞു. എന്താ യേശു പറഞ്ഞത്? എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. എപ്പോഴാ മഹത്വം വെളിപ്പെടുത്തുന്നതെന്നറിയാവോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. അസഹനീയമായ വേദനയുടെ സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയുമ്പോഴും സ്തോത്രം, ദൈവ ഇഷ്ടത്തിനു വേണ്ടി നാം എപ്പോൾ സമർപ്പിതമാകുന്നോ അപ്പോൾ നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. റീമാന സന്തുരമന ഘടകസിയ അർച്ചന വൈഡപ്രമന ഘടക സത്തുരാജനഗമന ഘടകസിയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തോട് ഞാൻ പറയാം, സഹിക്കാനാവാത്ത വേദനകൾ, സഹിക്കാനാവാത്ത ആമേൻ തള്ളിപ്പറയുന്ന, ഒറ്റിക്കൊടുക്കുന്ന, ആമേൻ ചേർന്ന് നിന്നിട്ട്, ആമേൻ കൂടെ നിന്നിട്ട്, നാടൻ ഭാഷയിൽ പറഞ്ഞ കൂടെ നിന്നിട്ട് കാലിൽ ചവിട്ടുന്നത് പോലെയുള്ള അനുഭവങ്ങളുമായി പലരും നിന്നോട് ചേർന്ന് നിന്നിട്ട് മാറിപ്പോകുമ്പോ, നിന്നെ നിന്ദിക്കുമ്പോ, നിന്നെ അപമാനിക്കുമ്പോ, നിന്നെ ഒറ്റിക്കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിതമാകുന്ന നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ ഒറ്റിക്കൊടുക്കുന്നവർ കാണുക. അത് വേഗത്തിൽ വെളിപ്പെട്ടു തരും. വേഗത്തിൽ വേഗത്തിൽ ചില മാന്യതകൾ, വേഗത്തിൽ ചില അംഗീകാരങ്ങൾ, വേഗത്തിൽ ചില മഹത്വീകരണം ചില കുടുംബങ്ങൾക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കും? ഹല്ലേലൂയ. ഇന്നലകളിൽ നീ അപമാനിക്കപ്പെട്ടെങ്കിൽ, ഇന്നലകളിൽ നീ നിന്ദിക്കപ്പെട്ടെങ്കിൽ, ഇന്നലകളിൽ നീ തള്ളപ്പെട്ടെങ്കിൽ, ഇന്നലകളിൽ നീ ആമേൻ നിനക്കെതിരെ ഗൂഢാലോചനകൾ ഉണ്ടായെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കാൻ നീ തയ്യാറാണോ? എന്തു വന്നാലും സഹിക്കാൻ കർത്താവേ നീ കൃപ തരണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി സമർപ്പിതമാകുമെങ്കിൽ അപ്രതീക്ഷിതമായ നിലകളിൽ, നീ പ്രതീക്ഷിക്കാത്ത നിലയിൽ ഒരു മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഞാന് അടൂരെത്തിയിട്ട് 33 വർഷമായി. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അടൂര് സെറ്റിൽ ആകണമെന്ന് എനിക്ക് ഇഷ്ടമില്ല. എന്റെ ആഗ്രഹം മുഴുവൻ എന്റെ സ്വന്തം സ്ഥലത്ത് പാർക്കണമെന്ന്, അതല്ലെങ്കിൽ അതിനടുത്ത് തിരുവല്ലയിൽ എവിടെയെങ്കിലും പാർക്കണം. സ്തോത്രം. ഒരിക്കലും അടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കാൻ ഒട്ടും ഇഷ്ടപ്പെട്ട ആളായിരുന്നില്ല ഞാൻ. എന്നാൽ ഇവിടെ ഞാൻ ഒത്തിരി നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, ഇവിടെ ഞാൻ ഒത്തിരി വേദനപ്പെട്ടിട്ടുണ്ട്, ഇവിടെ ഞാൻ ഒത്തിരി കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടുന്ന് കർത്താവ് എന്നെ തിരുവല്ലായി കൊണ്ടുപോയിട്ടല്ല മാനിക്കുന്നേ. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത, ഞാൻ പോലും ആഗ്രഹിക്കാത്ത, ഞാൻ പോലും ചിന്തിക്കാത്ത സമയത്ത്, ഞാൻ ചിന്തിക്കാത്ത നിലവാരത്തിൽ ദൈവം, സ്തോത്രം, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായിട്ടിടയായി. ഞാനൊരു ദൂത് പറയാം. എവിടെ നീ താഴ്ത്തപ്പെട്ടോ, എവിടെ നീ നിന്ദിക്കപ്പെട്ടോ, എവിടെ നീ അപമാനിക്കപ്പെട്ടോ, എവിടെ നീ കുറ്റം ആരോപിക്കപ്പെട്ടോ, അവിടെ വെച്ച് നീ പോലും ആഗ്രഹിക്കാത്ത നിലവാരത്തിൽ നിന്നെ മഹത്വീകരിക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചിലരോട് ദൂത് പറയുകയാണ്. ചിലരുടെ പ്രതീക്ഷകൾ പോലെ കാര്യങ്ങൾ സംഭവിക്കാതിരുന്നത് കൊണ്ട് എന്താ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ കാര്യം എന്താണെന്നറിയാമോ? യൂദ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. യൂദയുടെ ആഗ്രഹം യേശുവിനെ രാജാവാക്കണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോ അവരെല്ലാരും കൂടെ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കി. നേതാവാരാണെന്നറിയാമോ? യൂദയായിരുന്നു. യൂദയുടെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഫൈനാൻസ് മിനിസ്റ്റർ പുള്ളിയായിരിക്കും. കാര്യം അന്നേരവും പണം കൈകാര്യം ചെയ്യുന്ന യൂദയാണ്. പക്ഷേ യേശു അവരുടെ മുമ്പിൽ നിന്നും ഒഴിഞ്ഞു മാറി. ആമേൻ. യേശു രാജാവാകാഞ്ഞതിലല്ല യൂദയുടെ പ്രശ്നം. യേശു രാജാവ് ആകാതിരുന്നതിലൂടെ തനിക്കുണ്ടായ നഷ്ടമാണ് യേശുവിനെതിരെ ഗൂഢാലോചന നടത്താൻ യൂദയെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ചിലതിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറിയത്, ചിലർക്ക് വരുത്തിയ നഷ്ടം
നിനക്കെതിരെ തിരിയാൻ കാരണമാക്കിയിട്ട് സ്തോത്രം കാമാന സന്ധുര ജഗൽ പ്രമസിയ ഹാലലൂയ ഹാലലൂയ. നിന്നെ അപമാനിക്കുവാനും നിന്ദിക്കാനും ഒറ്റുകൊടുക്കാനും ചിലർ ആമേൻ തയ്യാറായെങ്കിൽ ഇന്ന് രാത്രി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ ജനത്തോട് ദൂത് പറയാം. ഹല്ലേലൂയ. എവിടെ വ്യാജമായി ചിലർ നിന്നെ കുറ്റം ആരോപിക്കുകയും വ്യാജമായി നിനക്കെതിരെ തിരിഞ്ഞ് നിന്നെ അപമാനിക്കുകയും ചെയ്തത് ആമേൻ ഏത് സ്ഥലത്താണോ അതേ ഇടത്ത് അവര് പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ, നീ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ, അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത്, നീ ചിന്തിക്കാത്ത സമയത്ത് നിന്നെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. റീമാന ഹസ്തുര ജഗൽ പ്രമനഘടകസ് ഹാലലൂയ റേബേലിയ സാന്ധൂരിയാന്തിനി വൈശാരകൽ കമനഘടകസ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹാലലൂയ. നോക്കണേ, എപ്പോഴാ മഹത്വം വെളിപ്പെടുന്നത്? ദൈവത്തിന് സ്തോത്രം. നീ ആമേൻ ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരുമെന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന് ഹല്ലേലൂയ. ആമേൻ. നാലാമത്തെ കാര്യം 12-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ. അവിടെ കർത്താവ് പറയുന്നത് ആമേൻ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ സ്തോത്രം അത് തനിയെ ഇരിക്കും. അത് ചാകുന്നു എങ്കിലോ വളരെ വിളവുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. നോക്കണേ, ഇതിനകത്ത് ഞാൻ മറ്റൊരു തലത്തിലേക്ക് ദൂതനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ദൈവമഹത്വം എപ്പോഴാ വെളിപ്പെടുന്നത്? മഹത്വം കൊതിച്ചു ജീവിക്കുന്നവന് വേണ്ടിയല്ല, മരിക്കാൻ മനസ്സ് കാണിക്കുന്നവന്. രണ്ട് തലങ്ങളിൽ ആ ദൂതനെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കർത്താവിന്റെ നാമത്തിനു വേണ്ടി മരിക്കാൻ നാം സമർപ്പിതമാകും. ഒരു ഗോതമ്പ് മണിയെ പോലെ നിലത്തു വീണ് ചാകാൻ. നമ്മൾ ഏത് വിത്ത് നിലത്തിട്ടാലും കുറെ നാള് കഴിയുമ്പോ ആ ചെടി വളരുന്നതനുസരിച്ച് വിത്തില്ലാതെയാണ്. ഇത് രാത്രി കർത്താവ് ഞാനില്ലാതെയായിട്ട് അപ്പുറത്തൊരു കൊയ്ത്ത് വെളിപ്പെടത്തക്കവണ്ണം ഞാൻ ഇല്ലാതെയാകുന്നെങ്കിൽ അതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നാം സമർപ്പിച്ചു കൊടുക്കുന്ന ആ നിമിഷത്തിൽ ഗോതമ്പ് മണിയെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയാം, എവിടെയൊക്കെ ഗോതമ്പ് മണികളെ പോലെ ചില ദൈവഭൃത്യന്മാർ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചരിത്രം പറയുന്നത് രക്തസാക്ഷികളുടെ രക്തം ദൈവസഭയുടെ വിത്ത. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വളമാകാൻ നമ്മുടെ രക്തം ഒഴുക്കേണ്ടി വന്നാൽ, നമ്മുടെ കഴുത്ത് വെച്ചു കൊടുക്കേണ്ടി വന്നാൽ, ഒരു ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് ചാകാൻ ഇനിയുള്ള കാലങ്ങളിൽ ആര് സമർപ്പിതമാകുമോ? ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവന് വേണ്ടി തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവം തിരിച്ചറിയാം. ഹല്ലേലൂയ. സഭയുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ എവിടെയൊക്കെ ചിലർ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തോ അവിടെയൊക്കെ ദൈവസഭ വളർന്നിട്ടുണ്ട്, അവിടെയൊക്കെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. ഇത് രാത്രി എന്നെ കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാ. ആമേൻ ആമേൻ. ഈ 21-ാമത്തെ നൂറ്റാണ്ടിന്റെ ആമേൻ ആദ്യ പകുതിയുടെ ആമേൻ മധ്യത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന് ചിലരെ ആവശ്യമുണ്ട് ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് ചാകാൻ. ഹല്ലേലൂയ. ഒരു കംഫർട്ട് സോൺ തേടി പോകുന്നവരെ അല്ല. ഇന്ന് രാത്രി കർത്താവ് പറയുക, ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് ഒന്നും മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ ഈ പറയുന്നത് ഒരു ലിറ്ററൽ മരണം, അക്ഷരീകമായി ചാകാൻ മനസ്സ് കാണിക്കാൻ.
ദൈവമക്കളെ, വടക്കേ ഇന്ത്യയിൽ അനേകര് തങ്ങളുടെ ജീവൻ കർത്താവിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആസിഡ് ആക്രമണത്തിലും ആമേൻ വാളുകൊണ്ട് വെട്ടിയും വടികൊണ്ട് തല്ലിയും ഒക്കെ അനേക ദൈവജനം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോ അവരെല്ലാം വിത്താകുക കേട്ടോ. ചാകാൻ ഏൽപ്പിച്ചു കൊടുത്ത വിത്താകുക. ഇന്ന് രാത്രി ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാൻ. യേശുവിന് വേണ്ടി മരിക്കാൻ, ഒരു ഗോതമ്പ് മണിയെ പോലെ നിലത്തു വീണ് ചാകാൻ. വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യേശുവിന് വേണ്ടി മരിക്കാൻ എത്ര പേർക്ക് സമർപ്പണം ഉണ്ടാകും? കർത്താവിന് തന്റെ മഹത്വം വെളിപ്പെടുത്താനായി ആമേൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടാൻ ചിലരെ കർത്താവ് രാത്രി വിളിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തെഫാനോസിനെ പോലെ, യാക്കോബിനെ പോലെ, സ്തോത്രം, സഭാപിതാക്കന്മാരെ പോലെ, ദൈവത്തിന് ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെ, ദൈവത്തിന് സ്തോത്രം പൗലുസിനെ പോലെ. ഹല്ലേലൂയ. എനിക്ക് ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഈർച്ചവാളിന് മുമ്പിൽ കഴുത്ത് വെച്ചു കൊടുക്കാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രൂശിക്കപ്പെടാൻ, ആമേൻ 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 ആമേൻ, വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തപ്പെടാൻ ആമേൻ ഇന്ന് രാത്രി സമർപ്പിതമാകാൻ ചിലരെ കർത്താവ് വിളിക്കുകയാ. ഹല്ലേലൂയ. അന്ത്യകാലത്തിന്റെ അന്ത്യത്തിലെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിന്റെ സാക്ഷികളാകാൻ, അല്ല രക്തസാക്ഷികളാകാൻ. സ്തോത്രം. കല്ലേറുകൊള്ളുന്നയോ ആമേൻ. സ്തെഫാനോസ് പറയുന്ന ദൈവത്ത് മഹത്വവും സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതും കാണുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയുക, ഐ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ കാണുകയാണ്. രാത്രി എപ്പോഴാണ് ഈ മഹത്വം കാണുന്നതെന്ന് അറിയാമോ? ആമേൻ. ഒരു ഗോതമ്പ് മണി പോലെ നിലത്തു വീണിച്ചാകാൻ നമ്മുടെ ജീവൻ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം തന്റെ മഹത്വത്തെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. ഇത് രാത്രി കർത്താവിന് വേണ്ടി അങ്ങനെ സമർപ്പണമുള്ള എത്ര പേരുണ്ടെന്ന് കർത്താവ് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വാക്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ആമേൻ. എനിക്കറിയാൻ സമയം മുമ്പോട്ട് പോയി. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 14-ാമത് വാക്യം. അവൻ എനിക്കുള്ളതെന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചത് അതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം കർത്താവ് കാര്യസ്ഥനെ കുറിച്ച് പറയുന്ന ആ ഭാഗത്താണ് ആ വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തൊട്ടുമുകളിൽ ആമേൻ പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച് അതിനെ ആമേൻ 7 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ വന്നാൽ, സ്തോത്രം. കാര്യസ്ഥനെ കുറിച്ച് പാരക്ലീറ്റ്, ആമേൻ, കാര്യസ്ഥനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. സ്തോത്രം. എന്താ വരുന്നത്? അവൻ വന്നാൽ, സ്തോത്രം. എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. സ്തോത്രം. മുമ്പ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തും. തീർന്നില്ല. സ്തോത്രം. എന്നിട്ട് അതിന്റെ വിശദീകരണം കർത്താവ് പറഞ്ഞു പറയുകയാണ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അത് തീർന്ന് അത് കഴിഞ്ഞിട്ടാ പറയുന്നത്. സ്തോത്രം. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അതിനാണ് നമ്മൾ വായിച്ച വാക്യം. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത്
നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. എപ്പോഴാ മഹത്വം വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോൾ നമ്മളിൽ വരുന്നു, ദൈവാത്മാവ് നമ്മിൽ വരുന്ന നിമിഷം മുതൽ ഒരു ഡിവൈൻ ഗൈഡൻസിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് അവിടെ കൊണ്ട് തീർന്നില്ല, ഭാവിയെക്കുറിച്ച്. ആരുടെ ഭാവി? നമ്മുടെ ഭാവിയെക്കുറിച്ച്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അറിയിക്കാൻ തുടങ്ങും. എവിടുന്നാ ഇത് അറിയിക്കുന്നത്? കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളെ സത്യവും നീതിയും സ്തോത്രം ന്യായവും സംബന്ധിച്ച് ബോധം വരുത്തുകയും ഭാവിയെക്കുറിച്ച് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സംഭവിക്കുകയാണ്. ദൈവങ്ങളെ, ഇവിടെ പറയുന്ന ഭാവി എന്ന് പറയുന്നത് എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത് നമ്മുടെ നിത്യതയെ കുറിച്ച്. പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വസ്തുത നിത്യത എന്ന വസ്തു. എന്തിനാ പരിശുദ്ധാത്മാവ്? അപ്പൊ നിരന്തരമായി പരിശുദ്ധാത്മാവ് കർത്താവിങ്കൽ നിന്ന് നമ്മെ എടുത്തോർമ്മപ്പെടുത്തുന്ന കാര്യം ദൈവരാജ്യത്തിന്റെ അക്ഷരീയ സ്ഥാപനത്തെ കുറിച്ചും നിത്യതയുടെ വെളിപ്പാടിനെ കുറിച്ചുമാണ്. ആമേൻ, ഹല്ലേലൂയ. സത്യം, നീതി, ന്യായം ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു നിത്യതയുണ്ട്. ഈ നിത്യതയിൽ നമ്മൾ എത്തണമെങ്കിൽ സത്യം, നീതി, ന്യായം ഇവയെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. രണ്ട്, ഭാവിയെ കുറിച്ച് ഓർമ്മയുള്ളവരായിരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് എപ്പോഴും പാപം ചെയ്യാൻ പോകുമ്പോ നമ്മളെ ഓർമ്മപ്പെടുത്തും, കുഞ്ഞേ ഒരു നിത്യതയുണ്ട് കേട്ടോ, ഒരു നിത്യത വരാൻ പോവുകയാ. ഹല്ലേലൂയ. കള്ളം പറയാൻ പോകുമ്പോൾ പറയും ഒരു നിത്യത വരാൻ പോവുകയാ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഹല്ലേലൂയ മടുത്തു പോകുമ്പോ കർത്താവ് നമ്മളോട്, ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും, ഒരു ഭാവിയുണ്ട് കേട്ടോ, ഇവിടെ കൊണ്ട് നമ്മൾ തീരുകയല്ല. ഒരു ഭാവിയുണ്ട്, കർത്താവിന്റെ മടങ്ങിവരവുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവരാജ്യത്തിന്റെ സ്ഥാപനമുണ്ട്. നിനക്കൊരു സ്ഥാനം ലഭിക്കാനുണ്ട്, നിനക്കൊരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്. അപ്പോ നിത്യതയെ കുറിച്ചുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ നീതിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധം വരും. അതെന്താണെന്ന് ആ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ ബോധ്യപ്പെടുത്തലുകൾ ഓരോ പ്രാവശ്യവും കർത്താവ് നമ്മോട് സംസാരിക്കുന്ന സംഭവങ്ങൾ നിത്യതയുമായി കണക്ട് ചെയ്ത് നിരന്തരമായി ഓരോ വിഷയവും, നമ്മൾ നിന്ദിക്കപ്പെടുമ്പോ, നമ്മൾ അപമാനിക്കപ്പെടുമ്പോ, നമ്മൾ തകർക്കപ്പെടുമ്പോ, നമ്മൾ ഉടയപ്പെടുമ്പോ കർത്താവിന് നമ്മളോട് ഓർപ്പിക്കാനുള്ളത്, കുഞ്ഞേ ആമേൻ, നിന്റെ കർത്താവ് ഇത് സഹിച്ചതാ. സ്തോത്രം. അവനും ഈ വേദന സഹിച്ചതാ, അവനും ഈ നിന്ന സഹിച്ചതാ. ഹല്ലേലൂയ. എന്നിട്ട് ആമേൻ, കർത്താവ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോ അവിടെ നമുക്ക് കാണുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുവിൻ. അവൻ തന്റെ മുമ്പിൽ വെച്ചിരുന്ന ആമേൻ സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ആമേൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഭാവിയെ കുറിച്ചുള്ള എത്തിക്കുന്ന ആമേൻ ഒരു ഇടമുണ്ട്. ആ നിത്യതയ്ക്ക് ലഭിക്കാനുള്ള പ്രതിഫലമുണ്ട്. നോക്കുകയെ, ഇവിടുത്തെ നിന്നയുടെ നടുവിൽ
ഇവിടുത്തെ പ്രതിസന്ധികളുടെ നടുവിൽ, ഇവിടുത്തെ പീഡയുടെ ചില ആളുകൾ നമുക്ക് വിരോധമായി തിരിയുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ അപമാനിക്കുമ്പോ, ആമേൻ, നമ്മെ പീഡിപ്പിക്കുമ്പോ, ആമേൻ, കർത്താവിന്റെ ആത്മാവിന് നമ്മെ ഓർമ്മപ്പെടുത്താനുള്ളത് യേശു സഹിച്ച പീഡയെ കുറിച്ചാണ്. അതിനപ്പുറത്ത് അവന് ലഭിച്ച പ്രതിഫലത്തെ കുറിച്ച്. ഇത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലൂടെ ഒരു മഹത്വീകരണം സംഭവിക്കുകയാണ്. ഓരോ പ്രാവശ്യവും ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് എന്നിലും നിന്നിലും ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഇടപെടലിലൂടെയും ഒരു മഹത്വീകരണം സംഭവിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, ഈ ഒരു വർഷം 365 ഈ ഫെബ്രുവരി മാസം അവസാനത്തെ ദിവസത്തിന് തൊട്ടു മുമ്പ് 27ാമത്തെ തീയതിയിൽ ദൈവസം നമ്മളായിരിക്കുമ്പോൾ ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് കേവലം നമ്മെ കൊണ്ട് അന്യഭാഷ പറയിപ്പിക്കുകയല്ല, ഒരു അത്ഭുതം ചെയ്യിപ്പിക്കുക മാത്രമല്ല, നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമുക്കുള്ള നിത്യതയെ കുറിച്ച് നിരന്തരമായി ഓർമ്മപ്പെടുത്തൽ നടത്തി നമ്മിൽ ദൈവത്തിന്റെ നാമത്തെ മഹത്വീകരിക്കുന്ന പ്രക്രിയ നമ്മളോട് രാത്രി എപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്? ഒന്ന്, നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ. രണ്ട്, നാം വിശ്വസിച്ചാൽ. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ ലാസറിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ലാസറിന്റെ മുഴുവൻ അവയവവും, അല്ലെ, മുഴുവൻ അവയവവും ചീഞ്ഞ് അളിഞ്ഞ് പോയ, ഒരവയവവും പ്രവർത്തന സജ്ജമല്ല. എന്നാൽ 12ാം അധ്യായത്തിൽ ഒരു വലിയ ജനക്കൂട്ടം മാർത്തയുടെയും മറിയയുടെയും വീടിന് മുമ്പിൽ വന്നു. എന്തിനാന്നറിയാമോ? യേശുവിനെ കാണാനല്ല, യേശു ഉയർപ്പിച്ച ലാസറിനെ കാണാൻ. ആമേൻ. ഇപ്പൊ ലാസർ എവിടെ ഇരിക്കുകയാ? യേശുവിനോടുകൂടെ പന്തിയിലിരിക്കുകയാ. ഞാൻ പറയാം, ചീഞ്ഞുപോയ, ദ്രവിച്ചുപോയ, അളിഞ്ഞുപോയ, നാറ്റം വെച്ചു തുടങ്ങിയ അവയവങ്ങളുള്ള ഈ മനുഷ്യനെ കർത്താവ്, ദൈവത്തിന് സ്തോത്രം, ആമേൻ, വിശ്വാസത്താൽ വെളിപ്പെട്ട ദൈവമഹത്വത്തിലൂടെ, ദൈവത്തിന് സ്തോത്രം, ഈ മനുഷ്യനെ പൂർണ്ണമായി ഫിസിക്കലിയും മെന്റലിയും ഇമോഷണലിയും ഫിറ്റ് ആക്കി ദൈവം മാറ്റി. രാത്രി ഞാൻ പറയാം, അവയവങ്ങൾ പ്രവർത്തനരഹിതമായി ഇനി മുൻപിൽ ഒരു സാധ്യതയില്ല. വേദനയോടെ ഇരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ പറയുന്നു, ഇപ്പോൾ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിന്നെ വെളിപ്പെടാനിടയാകും. ഇനി പ്രവർത്തിക്കത്തില്ലെന്ന് പറയുന്ന ചില അവയവങ്ങൾ ഈ വചനം കേൾക്കുന്ന നിമിഷത്തിൽ പ്രവർത്തന സജ്ജമാകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കും? ഓഷിയ ധൽമര ജഗന വൈശ്യസ്യാന്ധനെ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കേടുവന്ന ചിലതിനെ ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്ന ചിലതിനെ ഇന്ന് രാത്രി കർത്താവ് പണിയുകയാണ്. മനസ്സിൽ തകർന്ന് വേദനപ്പെട്ട്, ഹല്ലേലൂയ, നിരാശപ്പെട്ടിരിക്കുന്ന ചിലതിനെ ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ വിശ്വസിച്ചോ, സ്വർഗം നിന്റെ തകർന്ന മനസ്സിനെ പണിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. കർത്താവ് ചിലരെ ഇന്ന് രാത്രി തൊട്ട് സൗഖ്യമാക്കുകയാണ്. ചിലരുടെ ആന്തരിക അവയവങ്ങളിൽ ഒരു സൗഖ്യം വ്യാപരിക്കുകയാണ്. കണ്ണുകൾ അടച്ച് ദൈവത്തിനെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. എപ്പോഴാ മഹത്വം വെളിപ്പെടുന്നത്? വിശ്വസിക്കുന്ന സമയത്താ വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി നീ വിശ്വസിച്ചോ, ചിലരുടെ മേൽ ആ മഹത്വം വെളിപ്പെടും. 10 ദിവസം വേറിട്ട് ദൈവസന്നിധിയിൽ ആമേൻ ഈ കൂടിവരവുകളെ സംബന്ധിച്ചിട്ട് ഹല്ലേലൂയ പ്രസംഗം നന്നായിരുന്നെന്നോ അല്ലെങ്കിൽ മോശമായിരുന്നെന്നോ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാനല്ല ആമേൻ വില കൊടുത്തു ദൈവദാസന്മാർ ഇത്തരം മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചതെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. ഈ രാത്രി ചിലരെ കർത്താവ് തൊടുകയാ, ചിലരെ കർത്താവ് സൗഖ്യമാക്കുകയാ, ചിലരുടെ മനസ്സിനെ കർത്താവ് സൗഖ്യമാക്കുകയാ. ഹല്ലേലൂയ. ചിലരുടെ തകർന്നുപോയ ബന്ധങ്ങളെ കർത്താവ് പുനഃസ്ഥാപിക്കുന്നെന്ന് ഈ രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാം? ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആമേൻ, ആമേൻ. ചിലർക്ക് കൂടെ ആ വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ
റോ ഷാബാര ഹതുന റഗൽ ഖമന ഘടകസിയ. ഹാലലൂയ, ഹാലലൂയ. അത്ഭുതകരമായ ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം ആമേൻ ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാ. ഹാലലൂയ. വിശ്വസിച്ചു തുടങ്ങിക്കോ. ഹാലലൂയ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ രോഗത്തിന്റെ മേൽ ദൈവപ്രവർത്തി വെളിപ്പെട്ടു വരികയാ. ആമേൻ. ചില രോഗബന്ധനങ്ങളെ ഇന്ന് രാത്രി കർത്താവ് അഴിക്കുകയാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ റാബാബാബ ശതുരബലവരഗ രഗതുര വൈഡമനഗതുര രഗന്തര വേദമനഗതുരി വർമനാദികൽഖവനഘടകസ്യ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ കരം ഇത് രാത്രി വെളിപ്പെട്ടു വരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, ലാസറിനെ കാണാൻ ജനം വന്നുകൂടിയതുപോലെ നിന്നെ ഒരു മഹത്വത്തിന്റെ സാക്ഷിയാക്കി മാറ്റുന്ന ദൈവപ്രവർത്തി ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. നിനക്ക് തന്നെ സാധ്യതകളില്ലെന്ന് നീ ചിന്തിക്കുമ്പോ കർത്താവ് പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാക്. നിന്റെ മഹത്വം, നിന്റെ ജീവിതത്തിൽ ദൈവമഹത്വത്തെ മറ്റുള്ളവർക്ക് ദൃശ്യമായ നിലയിൽ ദൈവം വെളിപ്പെടുത്താൻ ഇടയാണ്. ആന്തരിക അവയവങ്ങളിൽ കർത്താവിന്റെ സ്പർശനം ഇന്ന് രാത്രി വെളിപ്പെടുകയാ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഗ്യാസ്ട്രിക് അൾസേഴ്സ് ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമാക്കുകയാ. ഹാലലൂയ. എന്നെ സൗഖ്യമാക്കിയ കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചിലരെ തൊടുകയാ കേട്ടോ. ഹാലലൂയ. വിശ്വസിച്ചോ. ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയാത്ത വിധത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. ഹാലലൂയ, ഹാലലൂയ. ആമേൻ, 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 ആമേൻ. ചിലരുടെ ആമേൻ ശരീരത്തിന്റെ അവയവങ്ങളുടെ മേൽ ആമേൻ വ്യാപരിക്കുന്ന രോഗബന്ധനത്തെ ഇത് രാത്രി കർത്താവ് അഴിക്കുകയാണ്. വിശ്വസിക്കാം. നീണ്ടു നിൽക്കുന്ന നാളുകളായി നീണ്ടു നിൽക്കുന്ന ചില രോഗങ്ങൾ ഇന്ന് രാത്രി കർത്താവ് അതിനെ അഴിക്കുന്നു. യേശുവിന്റെ നാമം. ഇത് ശൂലമാണെന്ന് നീ വിധി എഴുതിയ ചിലതിന്റെ മേൽ കർത്താവ് ഒരു സൗഖ്യം അയക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അസാധാരണമായ ദൈവത്തിന്റെ വിടുതൽ ശരീരങ്ങളുടെ മേൽ ദൈവം അയക്കുകയാണ്. ഹാലലൂയ, ഹാലലൂയ. അത്ഭുതകരമായ ദൈവപ്രവർത്തി ചില കുടുംബങ്ങളിൽ ദൈവം അയക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. അടഞ്ഞ ചില വാതിലുകൾ. സ്തോത്രം. ഓ ഹാലലൂയ. നമ്മുടെ വാക്യം ഇത്, അവൻ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ ഖാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. രാത്രി ദൈവമഹത്വം വെളിപ്പെടുന്ന രാത്രിയാണ്. ആമേൻ. അടഞ്ഞ വാതിലുകൾ ഇനി അത് തുറക്കാൻ സാധ്യതയില്ലെന്ന് വിധിയെടുത്ത് നടത്തിയ ചില മേഖലകൾ, ചില നന്മയുടെ വഴികൾ അടഞ്ഞു പോയത് സ്വർഗം അതിനെ തുറക്കുകയാണ്. സ്തോത്രം. ഓ ഹാലൽ. ബിസിനസ് ഫെയിലിയേഴ്സിനെ കർത്താവ് റിപ്പയർ ചെയ്യുകയാണ്. സ്തോത്രം. ചിലതിനെയൊക്കെ കർത്താവ് റീസ്റ്റോർ ചെയ്യുന്നെന്ന് ഇത് രാത്രി ദൈവാത്മാ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കാൻ തയ്യാറാക്. കർത്താവ് അതിന്റെ മഹത്വം വെളിപ്പെടുത്തും. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. രാത്രി കർത്താവ് ചിലരെ തൊട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില കുടുംബങ്ങളെ തൊട്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ജീസസ്. സാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി ഇതൊരാരംഭമാകണം. പരിശുദ്ധാത്മാ അങ്ങനെ പറയാൻ പറയുന്നു. ആമേൻ. ഒരാരംഭമാണ്. അസാധാരണ ദൈവപ്രവൃത്തിയുടെ ആരംഭം ഇവിടെ കുറിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വരും ദിവസങ്ങളിൽ നിങ്ങൾ അസാധാരണ ദൈവപ്രവൃത്തികൾ കാണാൻ തുടങ്ങും. ജീസസ്. ഹാലലൂയ, ഹാലലൂയ. ഇവിടെ ദൈവം ചിലത് പ്രവർത്തിച്ച് തുടങ്ങുകയാണ്. ഹാലലൂയ. അത്ഭുതകരമായ ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം ദുരാത്രി പ്രവർത്തിച്ചു തുടങ്ങുന്നു.
ഹല്ലേലൂയ. ഇതൊരു ആരംഭമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. കഴിഞ്ഞ 10 ദിനങ്ങൾ ദൈവസന്നിധി വേറിട്ടിരുന്ന ഈ ജനം കർത്താവേ സ്തോത്രം, ഞങ്ങൾ ഒരുമിച്ച് പ്രതീക്ഷിക്കുന്നപ്പ ഓവർഫ്ലോയിങ് ഗ്ലോറി, കവിഞ്ഞൊഴുകുന്നതിന്റെ മഹത്വം കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ, ഹല്ലേലൂയ, ആമേൻ, അവരുടെ നന്മകളുടെ മേൽ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ചിലരുടെ വിദ്യാഭ്യാസത്തിന്റെ മേലൊക്കെ വെളിപ്പെട്ട് വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാധ്യമെന്നും ഇനി മുൻപോട്ട് ചുവടുവയ്ക്കാൻ കഴിയുകയില്ലെന്നും ചിന്തിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെടുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചില രോഗങ്ങളെ ഞാൻ ശാസിക്കുന്നു. സ്വർഗ്ഗം അത്ഭുതങ്ങളെ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ ആ ദൈവദാസനോട്, ദൈവസഭയോട് നന്ദി അറിയിക്കുന്നു. God bless you. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സാറേ. നമ്മുടെ ശുശ്രൂഷയുടെ 385 ദിവസത്തിൽ നമ്മുടെ ക്ഷണംശങ്ങളോട് കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാക്ഷാത്കാരം പ്രിയ തോമസ് സാർ നന്ദിയെ ഈ തല അറിയിക്കുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സാറെ കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ശക്തമേറിയ ദൈവിക ദൂതങ്ങൾ ഇന്ന് രാത്രി കൈമഴയുടെ എത്തുന്നല്ലോ. ഹല്ലേലൂയ. ഒട്ടും ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി പരിശുദ്ധാത്മാവിരാത്ത സംസാരയുടെ തുറന്നു. ദാസദൈവ കുടുംബം അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം പ്രാർത്ഥന ഓർക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കേൾക്കപ്പെട്ട ദൈവവചനം സമൂഹത്തെ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ചില മാസങ്ങളായി, ചില വർഷങ്ങളായി എന്റെ മനസ്സിൽ കിടക്കുന്ന ശബ്ദമാണത്. ഞാൻ ഈ ഫ്ലെക്സിൽ എഴുതി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ 40:5 യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഇത് കാണും, യഹോവയുടെ വായന കൽപ്പിച്ചത്. ഞാൻ പൂർണ്ണ വിശ്വസിക്കുന്നു ഇന്നത്തെ ദൂത് എന്നോടുള്ള ദൂതായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തോടുള്ള പ്രാർത്ഥനാ വിഷയങ്ങളോടുള്ള ദൈവിക ദൂതുകളായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിൽ കൂടെ കൽപ്പിച്ച ദൈവിക ദൂതുകൾ ഞങ്ങളെ വിശ്വാസം ഉറപ്പിക്കുവാൻ അത് കാരണമായി എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അത് വിശ്വസിക്കുകയാണ്. രാത്രി കേൾക്കപ്പെടാൻ സമൂഹമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. 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 ഞങ്ങളുടെ കർത്താവേ, വിശ്വസ്ത ദൈവമേ, തിരുമുമ്പിൽ ഞങ്ങൾ കൂടി വന്ന സമയവും ഇതുവരെ പാടുവാനും പ്രാർത്ഥിപ്പടയാക്കി അവിടുത്തെ വിലപ്പെട്ട കൂടി കേൾപ്പിച്ച ദൈവവചനമായ സ്തോത്രം. അടയാളങ്ങളുടെ ആരംഭമായ ഗലീലയിൽ ഹല്ലേലൂയ സ്തോത്രം. അതേ യഹോവയുടെ മഹത്വം വെളിപ്പെടുത്തി എന്ന് വായിക്കുന്ന വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഹല്ലേലൂയ യഹോവയുടെ മഹത്വം വെളിപ്പെടുന്ന സാഹചര്യങ്ങൾ ഏതാണെന്നും, അതേ സ്തോത്രം, ഏത് പ്രതികൂലത്തിന്റെ നടുവിൽ ഞങ്ങൾ കടന്നു പോകേണ്ടി വരുമ്പോഴും അതിന് നടുവിലും യഹോവയുടെ മഹത്വം വെളിപ്പെടുവാൻ സമയമായി എന്ന തിരിച്ചറിവും കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ കേൾക്കുവാൻ അനുഭവിപ്പാൻ നൽകിയവനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒറ്റവർ കൂടെ നിന്നവർ സ്നേഹിച്ചവർ അകന്നു മാറുമ്പോഴും പതറണ്ട, അതിന് നടുവിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്നും ക്രൂശിതന്റെ മുൻപിൽ ഹല്ലേലൂയ നിന്ന് സഹിക്കേണ്ടി വരുന്നിടത്തും അതേ ഭാരപ്പെടാതെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് കാണുമെന്നും ഉള്ള ദൈവിക സന്ദേശങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം കർത്താവേ. പിന്നെ ഞങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കുവാനും ദൈവത്തിന്റെ മഹത്വത്തെ താവേ ഞങ്ങൾ പിന്നെ അനുഭവിപ്പാനും തരുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. അതേ ഹല്ലേലൂയ. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത് താവേ സകല ജഡം കാണുന്ന ആ ദൈവിക മഹത്വം അത് ഉറപ്പായി കാണുവാൻ സ്വർഗമിടിയാകുമാറാകണമേ. ഈ ദൂത് താവേ കേട്ട സകല ജഡത്തെയും താവേ ജനത്തെ ഞങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വചനം താവേ അത് ഹല്ലേലൂയ ഒരു വെറും താവേ ശബ്ദമായി തീരാതെ ഈ ദിവസങ്ങൾ അതിന്റെ സത്യത്തിലേക്ക് അത് പ്രാപിക്കത്തക്കവണ്ണം താഴ്മയോടെ വിനയത്തോടെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പാൻ ഹല്ലേലൂയ വിശ്വസിപ്പാൻ സ്വർഗമിടിയാക്കുമാറാകണമേ. കർത്താവേ ഹല്ലേലൂയ അതിന് സംസാരിച്ച പ്രാർത്ഥിക്കുന്നു. പിന്നെയും താവേ ആയിരങ്ങൾക്ക് 10,000 പ്രയോജനമുള്ളവനായി താവേ തീരുവാൻ സ്വർഗമിടെ അതിന്റെ കുടുംബത്തെയും ശുശ്രൂഷകളെയും മക്കളെയും ഒക്കെ ഞങ്ങളോട് പ്രാനുഗ്രഹിച്ചാട്ട് കർത്താവ് ഇത്രത്തോളം കഴിഞ്ഞ 10 ദിവസമായി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്തിയെ ഇറങ്ങി നിന്ന് അങ്ങോട്ട് സംസാരിക്കുന്നതിനായി സ്തോത്രം. വിവിധ വിഷയങ്ങളിൽ ബന്ധപ്പെടയാത്തല്ലോ. ഹല്ലേലൂയ. അതേ കർത്താവേ, ഞങ്ങൾക്കറിയാം യഹോവയുടെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. ഈ 2022 2 മാസവും ദൈവത്തെ ഞങ്ങളെ കരുതി ഹല്ലേലൂയ ഞാൻ ജനത്തെ പുലർത്തി. അതേ വരുന്ന ഓരോ ദിവസങ്ങളിലും യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും അത് കാണും. വായല്ലോ കൽപ്പിച്ചത് അത് ഞങ്ങൾ സ്വീകരിക്കുന്നു. കർത്തത്തോളം ഞങ്ങളെ കരുതിനായി സ്തോത്രം. താവേ ഹല്ലേലൂയ. താവേ എപ്പോഴും
മഹത്വം കൽപ്പിക്കട്ടെ. രാത്രിക്കാർ പരസ്പര കൃപയിൽ പിരിയട്ടെ. കൃപ ഞങ്ങളെ കാക്കണം. പ്രാർത്ഥന കേട്ടല്ലോ. സർവ്വമടികൾക്കായി ജീവൻ ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയവ് തോന്നി കേട്ട് ഉത്തരം തരുമാറാകണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ച് വരുന്ന പരിശുദ്ധരുടെ കൂട്ടായ്മയും കരുതലും കാവലും ഇപ്പോഴും നാം ഓർത്ത പ്രാർത്ഥന വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇനി തമ്മിൽ കണ്ടുമുട്ടുവരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരവോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.